എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് ഇത്രയും വൈകിയതിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ സാലിഹായ ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിനത്തിൽ നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള ഒരു മജ്ലിസായി അല്ലാഹു ഈ മജ്ലിസിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മിലേക്ക് വരികയും യഥാർത്ഥ ദീൻ നമുക്ക് വിശദീകരിച്ച് നൽകുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ഓരോ അധ്യാപനങ്ങളായി നമുക്ക് പറഞ്ഞു തന്നും ഓരോരോ കാര്യങ്ങളിൽ നിന്ന് മുന്നറിയിപ്പ് നൽകിയും യഥാർത്ഥ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ നിലകൊള്ളാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വസിയ്യത്ത് ചെയ്തു. പ്രിയപ്പെട്ടവരെ, 23 വർഷം നീളുന്ന അവിടുത്തെ ജീവിതത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ അല്ലെങ്കിൽ അവസാന വർഷങ്ങളിൽ അറഫയിൽ വെച്ച് ജനങ്ങളെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് കൂട്ടുകയും അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ള ഒരു ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അറഫയിൽ വെച്ച് പറഞ്ഞ ആ ഒരു നസീഹത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഖദ് തറക്തു ഫീകും അംറൈൻ. സഹാബികളെ, ഇന്ന് പ്രവാചകന്റെ ഹദീസ് കേൾക്കുന്ന മുസ്ലിമീങ്ങളെ, 2 കാര്യങ്ങൾ ഇതാ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോവുകയാണ്. ആ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ പരാജിതരാവുകയില്ല, നഷ്ടക്കാരാവുകയില്ല. ഏതൊക്കെയാണ് ഈ 2 കാര്യങ്ങൾ? കിതാബല്ലാഹി വസുന്നതി, അള്ളാഹുവിൻ്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും. ഈ 2 കാര്യങ്ങൾ മുറുകെ പിടിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസിയത്ത് ചെയ്യുകയും ദീനിന്റെ അധ്യാപനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചു, അല്ലെങ്കിൽ അവരോട് പറഞ്ഞു, വഅൻതും തുസ്അലൂന അന്നി. ജനങ്ങളെ, നാളെ പരലോകത്തെത്തിയാൽ നിങ്ങൾ എന്നെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഞാൻ നിങ്ങൾക്ക് ഈ ദീൻ നല്ല നിലയിൽ എത്തിച്ചു തന്നിട്ടുണ്ടോ, അള്ളാഹുവിന്റെ കൽപ്പനകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന വിഷയത്തിൽ എന്നോട് ചോദ്യം ചെയ്യപ്പെടും. ഫമാ അൻതും ഖായിലൂൻ. നിങ്ങൾ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എന്നെക്കുറിച്ച് പറയുക എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ സഹാബികൾ പറഞ്ഞു, നഷ്ഹദു അന്നക ഖദ് ബല്ലഗ്ത വഅദ്ദൈത വനസഹ്ത. പ്രവാചകരെ, താങ്കളെ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റവും നല്ല നിലയിൽ താങ്കൾ പൂർത്തീകരിച്ചു തന്നിരിക്കുകയാണ്. അല്ലാഹു താങ്കളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം ഏറ്റവും ഭംഗിയായി താങ്കൾ നിർവഹിച്ചു എന്ന് ഞങ്ങളിതാ സാക്ഷ്യം വഹിക്കുന്നു എന്ന് സഹാബികൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സാക്ഷിയാക്കിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹു മഷ്ഹദ്. അല്ലാഹുവേ, ഞാനിതാ എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റിയിരിക്കുന്നു എന്ന് എൻ്റെ കൂടെയുള്ള സഹാബികൾ സാക്ഷ്യം പറഞ്ഞിരിക്കുകയാണ്. നീ ഇത് സ്വീകരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ഈ കാര്യങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നാം ഉൾക്കൊള്ളേണ്ട ഒന്നാമത്തെ പാഠം എന്താണ്? പരിപൂർണമായ ഒരു മതത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിട്ടേച്ചു പോയത്. നമുക്ക് ഏത് കാര്യത്തിലും അവിടുത്തെ അധ്യാപനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഏത് വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ കുടുംബകാര്യമാകട്ടെ, ഭാര്യയോടുള്ള പെരുമാറ്റം, മക്കളോടുള്ള പെരുമാറ്റം, നമ്മുടെ കുട്ടികളെ എങ്ങനെ വളർത്തണം, എങ്ങനെ നാം കച്ചവടം ചെയ്യണം, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, എന്ത് നാം വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കാൻ പാടില്ല, എല്ലാ കാര്യങ്ങളിലും പരിപൂർണമായ അധ്യാപനമുള്ള ഒരു ദീനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം കഴിഞ്ഞു. അന്ന് മുസ്ലിമീങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ജീവിച്ചു. ആർക്കും ഭിന്നിപ്പുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒറ്റപ്പെട്ട ഏതെങ്കിലും അപശബ്ദങ്ങൾ എവിടെയെങ്കിലും ഉയരുമെന്നല്ലാതെ എല്ലാവരും ഒന്നായി ഒറ്റക്കെട്ടായി ആ കാലഘട്ടത്തിൽ ജീവിച്ചു. അന്ന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ ഫിത്നകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം ഇങ്ങനെ കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക്, അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രയാസങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. എൻ്റെ സഹോദരങ്ങളെ ശരിക്കും മനസ്സിലാക്കണം. ചില ഫിത്നകൾ ഉടലെടുക്കാൻ വേണ്ടി തുടങ്ങി. ആളുകളുടെ ദീനുകൾ കുറഞ്ഞു തുടങ്ങി. കാരണം കാലഘട്ടം കഴിയും തോറും, ദിവസങ്ങൾ കഴിയും തോറും ഫിത്നകൾ ഉണ്ടാകുമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി വരികയും ജനങ്ങളെ ചിലതരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്തു. സഹാബികൾ
അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ചില താബിഈങ്ങൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഹജ്ജാജ് വല്ലാതെ പ്രയാസപ്പെടുത്തുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു അവരോട് തിരിച്ചു പറഞ്ഞ മറുപടി, ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക. എന്തുകൊണ്ടാണ്? ഫഇന്നഹു ലാ യഅതി അലൈക്കും സമാനുൻ ഇല്ല അല്ലദി ബഅദഹു ശർറുൻ മിൻ. ഓരോരോ ദിവസം കഴിയും തോറും ഫിത്നകൾ വർദ്ധിച്ചു വരും. ഇന്നത്തെ ദിവസത്തെക്കാളും മോശപ്പെട്ടതായിരിക്കും നാളത്തെ ദിവസം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നിങ്ങളിത് ചിന്തിച്ചു നോക്കിയാൽ ആരാ ഇത് പറയുന്നത്? അനസ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, സഹാബിയാണ് പറയുന്നത്. സഹാബി പറഞ്ഞു കൊടുക്കുന്നു, ഇന്നത്തെ ദിവസത്തെക്കാളും മോശമായിരിക്കും നാളത്തെ ദിവസം. അത് കഴിഞ്ഞ് വർഷങ്ങൾ ഇത്രയും ധാരാളം കഴിഞ്ഞു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അനസ് ബിൻ മാലിക്കിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ദിവസം മോശമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ, നാം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്രമാത്രം ഫിത്നകളാണ് പടർന്നുകൊണ്ടിരിക്കുന്നത്, എത്രമാത്രം പ്രശ്നങ്ങളാണ് പടർന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് ദീൻ അനുസരിച്ച് ജീവിക്കാനുള്ള ഭയം, ആളുകൾക്ക് ദീൻ ഉറക്കെ പറയാനുള്ള നാണക്കേട്, മറുവശത്ത് ദീൻ ഉറക്കെ പറയാനുള്ള മടി, ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ഫിത്നകൾ ധാരാളമായി ബാധിച്ചിരിക്കുകയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയ ഒരു വിഷയമാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ സഹോദരങ്ങൾ, ശരിക്ക് പ്രവാചകന്റെ ഓരോരോ വാക്കുകൾ ചിന്തിക്കണം. പ്രവാചകൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തുഅറദുൽ ഫിതനു അലൽ ഖുലൂബി അർദൽ ഹസീരി ഊദൻ ഊദ. ഒരു പായയിൽ, ഓലയുടെയും മറ്റും അതുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പായയിൽ ഒരു വ്യക്തി കിടന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിൽ അതിന്റെ അടയാളങ്ങൾ ഉണ്ടാകും, ആ ഓലയുടെ അടയാളങ്ങൾ ഉണ്ടാകും. ഇതുപോലെ ശരീരത്തിൽ എങ്ങനെയാണോ അതിന്റെ അടയാളങ്ങൾ ചേർന്ന് പിടിക്കുന്നത്, ആ രൂപത്തിൽ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ചേർന്ന് പിടിക്കുന്ന, ഒട്ടിപ്പിടിക്കുന്ന ഫിത്നകൾ വന്നുകൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഫിത്നകൾ വന്നുകൊണ്ടേയിരിക്കും. ഫഅയ്യു ഖൽബിൻ ഉശ്രിബഹ നുകിതത് ഫീഹി നുക്തത്തുൻ സൗദാ. ഏതൊരു ഹൃദയമാണോ ആ ഫിത്നയെ സ്വീകരിക്കുന്നത്, അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വെക്കപ്പെടും. വഅയ്യു ഖൽബിൻ അൻകറഹ. ഏതൊരു ഹൃദയമാണോ ആ ഫിത്നയെ സ്വീകരിക്കാതെ തള്ളിക്കളയുന്നത്, നുകിതത് ഫീഹി നുക്തത്തുൻ ബൈളാ. അവിടെ ഒരു വെളുത്ത നിറം അല്ലെങ്കിൽ വെളുത്ത കുത്ത് ആ ഹൃദയത്തിൽ നൽകപ്പെടും. ഇത് നമുക്കൊന്ന് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞാൽ, ഫിത്നയെ സ്വീകരിക്കുന്ന ഹൃദയം, ഫിത്നയെ സ്വീകരിക്കാത്ത ഹൃദയം, ശരീരത്തോട് ഇങ്ങനെ ചേർന്ന് പിടിക്കുന്ന ഫിത്ന എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും കാലഘട്ടത്തിലുള്ള ഒരു വിഭാഗത്തെ നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ഏതെങ്കിലും ഒരു നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ചല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. മറിച്ച് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് നാം നോക്കിയാൽ എത്രയെത്ര ഫിത്നകളാണ് നമ്മെ പിടികൂടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള ഫിത്ന, അള്ളാഹു പറഞ്ഞതുപോലെ, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പാദ്യവും ഒക്കെ നിങ്ങൾക്ക് ഫിത്നയാണ്. എങ്ങനെയാണ് അത് ഫിത്നയാകുന്നത്? നിങ്ങൾ ജമാഅത്തിന് മസ്ജിദിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർ അതിന്റെ തടസ്സമാണെങ്കിൽ അത് ഫിത്നയാണ്, അത് നിങ്ങൾക്ക് ഫിത്നയാണ്. നിങ്ങൾ ദീന് പഠിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യ അതിനെതിരാണെങ്കിൽ അത് നിങ്ങൾക്ക് ഫിത്നയാണ്. നിങ്ങളുടെ സമ്പാദ്യം നിങ്ങളെ ജമാഅത്ത് നിസ്കാരത്തിൽ നിന്ന് തടുക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ഫിത്നയാണ്. മറുവശത്ത് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന മുസീബത്തുകൾ ഫിത്നയായിരിക്കാം. നമുക്ക് അള്ളാഹു എന്തെങ്കിലും രോഗം നൽകുന്നു, ഈ രോഗത്തിൽ ക്ഷമയോടെ സബറോടെ അതിനെ നോക്കിക്കാണുന്നതിന് പകരം അള്ളാഹുവിന്റെ ഖളാ ഖദറിനെതിരിൽ സംസാരിക്കുന്നുവെങ്കിൽ, എന്നെ എന്താ റബ്ബ് എപ്പോഴും ഇങ്ങനെ പരീക്ഷിക്കുന്നത്, എനിക്കെന്താ എപ്പോഴും ഇങ്ങനെ പരീക്ഷണം, അള്ളാഹു എന്തിനാണ് എന്നോട് ഇങ്ങനെ ക്രൂരത ചെയ്യുന്നത് എന്നൊക്കെ ആളുകൾ സംസാരിക്കാറുണ്ട്. കഠിനമായ രോഗവും മറ്റും ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഖളാ ഖദറിനെതിരിൽ വരുന്ന സംസാരം അത് ഫിത്നയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ നൽകിക്കൊണ്ടും തിന്മ നൽകിക്കൊണ്ടും അടിമകളെ പരീക്ഷിക്കും. അത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, നാം ആ ഫിത്നയിൽ അകപ്പെട്ടു പോകുന്നുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന ഈ ഫിത്നയിൽ നാം അകപ്പെട്ടു പോകുന്നുണ്ടോ? നമ്മുടെ സമ്പാദ്യം ദീനിനെ തൊട്ട് നമ്മെ തെറ്റിച്ചു കളയുന്നുണ്ടോ? നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കിടയിലുള്ള വിലയും നിലയും ഹക്ക് സ്വീകരിക്കാൻ നമുക്ക് തടസ്സമാകുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന ഫിത്നയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, ഇന്നതാണ് സത്യം. ഉദാഹരണത്തിന് താടി നീട്ടി വളർത്തലാണ് ഹക്ക്, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. പക്ഷെ നിങ്ങൾ താടി നീട്ടി വളർത്തുന്നില്ല. എന്താണ് കാരണം? നാട്ടുകാർ ഇത്രയും കാലം താടി വെക്കാത്തത് കൊണ്ട് എന്നെ ഇപ്പോൾ താടി വെച്ചത് കണ്ടാൽ ആളുകൾ ചീത്ത പറയാനും പരിഹസിക്കാനും സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന ഫിത്നയാണ്.
ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ ഓരോരോ ഫിത്നകൾ, ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ ഏതൊന്നും നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇങ്ങനെ ഓരോരോ ഫിത്നകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതിനെയൊക്കെ നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ, അതിനെ നിങ്ങൾ തള്ളി മാറ്റുന്നില്ല എങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവരുടെ ഹൃദയങ്ങൾ കറുത്ത വെണ്ണീരിന്റെ നിറമുള്ളതായി മാറുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പിന്നീട് ആ ഹൃദയത്തിന് എന്താണ് സംഭവിക്കുക? കൽ കൂസി മുജഖിയ, ഒരു പാത്രം തിരിച്ചു വെച്ചതുപോലെ ആയിരിക്കും അതിന്റെ അവസ്ഥ. എന്ത് നന്മകൾ ആ ഹൃദയത്തോട് പറയപ്പെട്ടാലും, ഏത് നല്ല കാര്യങ്ങൾ ആ ഹൃദയത്തോട് പറയപ്പെട്ടാലും അത് സ്വീകരിക്കാൻ അവർക്ക് സാധിക്കണമെന്നില്ല. കാരണം എന്താണ്? അവരുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ നിന്നും, സമ്പാദ്യത്തിൽ നിന്നും, അയൽപക്കത്തിൽ നിന്നും അവർക്ക് ബാധിച്ചിരിക്കുന്ന ഫിത്നകൾ അവർ സ്വീകരിച്ചത് കാരണത്താൽ അവരുടെ ഹൃദയങ്ങൾ അത് കറുത്തിരിക്കുകയാണ്, ഇരുണ്ടിരിക്കുകയാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറില്ലേ, ധാരാളം ക്ലാസ്സുകൾക്കിരുന്നു പക്ഷെ ഒരു മാറ്റവും ഇല്ല, ധാരാളം ഹദീസുകൾ കേൾക്കുന്നു ഒരു മാറ്റവും ഇല്ല, നമ്മൾ പറയാറില്ലേ? അതെന്താണ് അതിന് കാരണം? നമ്മുടെ ഹൃദയത്തിൽ ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല സീൽ വെച്ചിട്ടുണ്ടാകാം. അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ സീൽ വെച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ, ഫിത്നകൾ വർദ്ധിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം ഫിത്നകളെ തിരിച്ചറിയണം. ഫിത്നകളിൽ നിന്ന് മാറി നിൽക്കാൻ നാം ശ്രമിക്കണം. ഇസ്ലാമിന്റെ അടയാളങ്ങൾ മങ്ങി നിൽക്കുന്ന, ഇസ്ലാമിന്റെ അടയാളങ്ങളെ ആളുകൾ ഇന്ന് ഒഴിവാക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഈ ഒരു സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്നതായി കാണാം. യദ്റുസുൽ ഇസ്ലാം കമാ യദ്റുസു വശിയുസ് സൗബ്, നമ്മുടെ വസ്ത്രങ്ങളിലൊക്കെ ഉണ്ടാകുന്ന അതിന്റെ നിറം, വസ്ത്രത്തിന്റെ നിറം മങ്ങിപ്പോകുന്നത് പോലെ ഇസ്ലാമിന്റെ ആശയങ്ങൾ മങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇന്നതല്ലേ സംഭവിച്ചിരിക്കുന്നത്? താടി വെക്കാൻ ആളുകൾക്ക് നാണക്കേട്, നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കാൻ ആളുകൾക്ക് നാണക്കേട്, വീട്ടിലൊരു കല്യാണം നടന്നാൽ അവിടെ ആണുങ്ങൾക്ക് വേറെ സ്ത്രീകൾക്ക് വേറെ എന്ന് പറയാൻ ആളുകൾക്ക് നാണക്കേട്, വീട്ടിലൊരു പരിപാടി നടന്നാൽ അവിടെ മ്യൂസിക് വേണ്ട എന്ന് പറയാൻ ആളുകൾക്ക് നാണക്കേട്. മ്യൂസിക് ഹറാമല്ലേ? ഇജ്മാ ഉദ്ധരിക്കപ്പെട്ട വിഷയമല്ലേ മ്യൂസിക് ഹറാമാണെന്ന്? ആണും പെണ്ണും കൂടിക്കലർന്ന് കല്യാണ മണ്ഡപങ്ങളിലും മറ്റും പരിപാടികൾ നടത്തുന്നത് ഹറാമാണെന്ന് ആർക്കാണ് അറിയാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു അന്യ പെണ്ണിനെ സ്പർശിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം എന്റെ തലയിൽ ആണിയടിച്ച് കയറ്റുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അല്ലെങ്കിൽ ഒരുവൻ തലയിൽ ആണിയടിക്കുന്നതാണ് അന്യ പെണ്ണിനെ സ്പർശിക്കുന്നതിനേക്കാളും നല്ലത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. സ്ത്രീകളോട് ഹിജാബ് ധരിക്കാൻ വേണ്ടി പറയുമ്പോൾ, അവർ മുഖം മറച്ചുകൊണ്ട് ഫർദ ധരിച്ചു നടക്കണമെന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കാൻ മടിയുള്ള ആളുകൾ, ഇങ്ങനെ ഇസ്ലാമിന്റെ ശആഇറുകൾ, ഇസ്ലാമിന്റെ അടയാളങ്ങൾ മങ്ങുന്ന ഒരു കാലഘട്ടം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് നാം കാണുന്ന പല കാര്യങ്ങളും അങ്ങനെയാണ്. ഇസ്ലാമിന്റെ ശആഇറുകൾ മങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരോട് പറഞ്ഞത് എന്താണ്? പ്രവാചകൻ പറയുന്നു, ബദ അൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം ആരംഭിച്ചിരിക്കുന്നത് അപരിചിതമായിട്ടാണ്, ആളുകൾക്ക് അതിനെ വലിയ പരിചയമില്ലായിരുന്നു. വസയഊദു ഗരീബൻ കമാ ബദ, അതെങ്ങനെയാണോ ആരംഭിച്ചത് അതുപോലെ തന്നെ ഇസ്ലാം അവസാനം മടങ്ങുകയും ചെയ്യും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫതൂബ ലിൽ ഗുറബാ, അപരിചിതർക്ക് ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ചില റിവായത്തുകളിൽ കാണാം, സഹാബികൾ ചോദിച്ചു, പ്രവാചകരെ, ആർക്കാണ് താങ്കൾ അഭിനന്ദനങ്ങൾ നൽകിയത്? ആരാണ് അപരിചിതർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദ അന്നാസ്, ജനങ്ങൾ നശിപ്പിച്ചതിനെ നന്നാക്കുന്നവർ. ഇവിടെ ഹിജാബ് വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ നടക്കുമ്പോൾ, മോഡേൺ ചിന്താഗതികൾ പിൻപറ്റിക്കൊണ്ട് ആളുകൾ നടക്കുമ്പോൾ, അതിനെതിരിൽ അല്ല, എന്റെ മക്കളെ ഞാൻ ഹിജാബ് ധരിപ്പിക്കും. ഇവിടെ ഓഡിറ്റോറിയങ്ങളിൽ കല്യാണങ്ങൾ നടത്തി അവിടെ മ്യൂസിക്കുകൾ നടത്തുമ്പോൾ, ഇല്ല, എന്റെ വീട്ടിലുള്ള കല്യാണത്തിൽ ഞാൻ മ്യൂസിക് വെക്കുകയില്ല. കാരണം എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാം മങ്ങുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ അന്ന് ജനങ്ങൾ സ്വീകരിക്കാത്ത കാര്യം സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ ഉയർത്തുന്നവർക്ക് അഭിനന്ദനം അറിയിച്ചത് എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് ഞാനിതാ ഇൻഷാ അല്ലാഹ് ഇസ്ലാമിന്റെ ഷിആറുകൾ ഞാൻ ഉയർത്തും. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, ഫിത്നകൾ വരുമ്പോഴൊക്കെ ആ ഫിത്നകളെ മാറ്റി ഇസ്ലാമിന്റെ പാത മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം. ഇസ്ലാമിന്റെ പാത മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു ഫിത്നയിലും നാം അകപ്പെടാൻ പാടില്ല. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, ഇങ്ങനെ ഫിത്നകൾ അധികരിച്ച്
ആളുകളൊക്കെ മോശപ്പെട്ട ഒരു അവസ്ഥയിലെത്തിയാൽ ഞാൻ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅ്തസിൽ തിൽകൽ ഫിറഖ കുല്ലഹ, എല്ലാവരെയും വിട്ട് നീ ഒറ്റയ്ക്ക് ജീവിക്കുക, എല്ലാവരെയും വിട്ട് നീ ഒറ്റയ്ക്ക് ജീവിക്കുക. അതല്ലാതെ ആളുകളൊക്കെ ഫിത്നയിലായി നീ ഒറ്റക്കായി പോയാൽ അവരുടെ കൂടെ കൂടിക്കോ. നാട്ടുകാരൊക്കെ മ്യൂസിക് വെക്കുന്നെങ്കിൽ നീ മ്യൂസിക് കേട്ടോളൂ, അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ ആണും പെണ്ണും കൂടിക്കലർ അനുവദനീയമാണെന്ന് പറയുമ്പോൾ അത് നീ അനുവദിച്ചോളൂ. നാട്ടുകാർ സൂംബ ഡാൻസ് കളിക്കണമെന്ന് പറയുമ്പോൾ അവരുടെ കൂടെ നീയും കൂടിക്കോ എന്നല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? ഫഅ്തസിൽ തിൽകൽ ഫിറഖ കുല്ലഹ, അവരൊക്കെ നീ ഒഴിവാക്കുക. എന്നിട്ട് ശേഷം നീ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വലൗ അൻ തഅല്ല ബി അസ്ലി ഷജറത്തിൻ, നിനക്ക് ഈ ഭൂമിയിൽ ഫിത്നയില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നത് ഒരു മരക്കൊമ്പ്, ഒരു മരച്ചില്ല, അത് നിന്റെ വായ കൊണ്ട് കടിച്ചു പിടിച്ചാൽ ആ ഒരു സ്ഥലം മാത്രമേ നിനക്ക് ജീവിക്കാൻ ഈ ഭൂമിയിൽ ഉള്ളതെങ്കിൽ പോലും ആ ഒരു മരച്ചില്ല കടിച്ചു പിടിച്ചുകൊണ്ട് നിന്റെ മരണം വരെ നീ ആ അവസ്ഥയിൽ തുടർന്നു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരു കാരണവശാലും പ്രിയപ്പെട്ടവരെ നമ്മുടെ ദീനിനെ പണയം വെക്കാൻ പാടില്ല. ഒരു കാരണവശാലും ഇസ്ലാമിന്റെ ആശയങ്ങൾ തുറന്നു പറയാൻ നമുക്ക് തടസ്സമുണ്ടാകാൻ പാടില്ല. ഒരു കാരണവശാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ഹയാത്താക്കാൻ നമുക്ക് തടസ്സമുണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞതായി കാണാം, ബാദിറു ബിൽ അഅമാലി ഫിതന, ഫിതനകൾ അതിശക്തമാകുന്നതിന് മുമ്പ് സൽക്കർമ്മങ്ങളിൽ നിങ്ങൾ മുന്നേറുക. എന്റെ സഹോദരങ്ങൾ ശരിക്കും ചിന്തിക്കണം. ബാദിറു ബിൽ അഅമാലി ഫിതന, ഫിതനകൾ ശക്തമാകുന്നതിന് മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കഖിതഇൽ ലൈലിൽ മുസ്ലിം, ഇരുണ്ട രാത്രി പോലെ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ അവ്യക്തമായി ആളുകൾക്ക് വിഷയങ്ങളൊന്നും മനസ്സിലാകാത്ത നിലയിൽ എന്താണ് ഹഖ് എന്താണ് ബാത്തിൽ എന്ന് തിരിയാതെ ആളുകൾക്ക് വരുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് ആ രൂപത്തിലുള്ള ഒരു കാലഘട്ടം വരുന്നതിന് മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു കാലം വരാനുണ്ട്, യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ, രാവിലെ ഒരുവൻ മുസ്ലിമായിരിക്കും, വൈകുന്നേരം അവൻ കാഫിറായിരിക്കും. വൈകുന്നേരം ഒരുവൻ മുസ്ലിമായിരിക്കും, രാവിലെ അവൻ കാഫിറായിരിക്കും എന്ന ഒരു കാലഘട്ടം വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഇന്നത്തെ കാലഘട്ടത്തെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രയെത്ര ഇസ്ലാമിന്റെ ശആഇറുകളാണ് ഇവിടെ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ എത്രയെത്ര വിശ്വാസങ്ങളാണ് ആളുകൾ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവരും മുസ്ലിമീങ്ങളും വിശ്വസിക്കുന്ന ആശയം എന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലായിടത്തുമുണ്ട് എന്ന് പറയുന്നു. ഇത് മുസ്ലിമീങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന ഒരു ഫിത്നയാണ്. ഇവിടെ പ്രവാചകൻ പറഞ്ഞ തൂബാ ലിൽ ഖുറബാ, അപരിചിതർക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ പ്രവാചകന്റെ ആ വാക്കിൽ നാം ഉൾപ്പെടണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസ്, ജനങ്ങൾ മോശമാക്കിയ കാര്യങ്ങളെ നന്നാക്കുന്നവരാണ് അവർ. ജനങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലായിടത്തുമുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അല്ലെങ്കിൽ നാം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിക്കൊണ്ട് പറയുക അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്താണ്. ഖുർആനിൽ വന്നതുപോലെ, മുആവിയ ഇബ്നുൽ ഹകം അസ്സലമിയുടെ ഹദീസിൽ വന്നതുപോലെ വിശ്വാസ കാര്യങ്ങളിൽ ജനങ്ങൾ ഫിത്നയിലകപ്പെട്ടാൽ അവിടെ നാം നന്നാക്കുക. അഖീദയുടെ കാര്യങ്ങളിൽ, ഫിഖഹിന്റെ വിഷയത്തിൽ, ഏത് വിഷയത്തിലും പ്രിയപ്പെട്ടവരെ ജനങ്ങൾ ഫിത്നയിലകപ്പെട്ടാൽ അവിടെ നന്നാക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ ഫിത്നയിൽ നിന്ന് കഴിവിന്റെ പരമാവധി നാം മാറി നിൽക്കുക. നമ്മുടെ ദീനിനെ വെച്ചുകൊണ്ട് ഒരു കളിയും നാം കളിക്കാൻ പാടില്ല. ദീനിനെ പണയം വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഇന്ന് ചില സഹോദരങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, ഇങ്ങനെ ധാരാളം ഫിത്നകൾ ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് നമ്മെ മാറി നിൽക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. ഒന്നാമത്തേത്, എപ്പോഴും അള്ളാഹുവുമായി നല്ല ബന്ധം ഉണ്ടാക്കാൻ നാം ശ്രമിക്കുക. അള്ളാഹുവുമായി പ്രിയപ്പെട്ടവരെ നല്ല ബന്ധം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിൽ ഫറായിദ് ഹത്താ ഉഹിബ്ബഹു, ഒരു വ്യക്തി ഫർളായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവൻ എത്രത്തോളം അത് ചെയ്തുകൊണ്ടിരിക്കുന്നോ അത്രത്തോളം ഞാൻ അവനെ ഇഷ്ടപ്പെടും. എത്രത്തോളം സൽക്കർമ്മങ്ങൾ ഫർളായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുവോ അത്രത്തോളം മാ തഖറബ ഇലയ്യ അബ്ദി ബിശൈ മാ തഖറബ ഇലയ്യ അബ്ദി ബിമിസ്ലി മഫ്തറൽതുഹു അലൈ, ഞാൻ അവന് വാജിബാക്കിയ കാര്യങ്ങൾ എത്രമാത്രം ഒരു അടിമ ചെയ്യുന്നുവോ അത്രമാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് അടുക്കാൻ സാധിക്കും. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന എന്താണ്? നമുക്ക് സ്വർഗം വേണം. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ നമുക്ക് സന്തോഷിക്കണം. അതിന് നമ്മെ സഹായിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? കഴിവിന്റെ പരമാവധി ഫർളായ കാര്യങ്ങൾ നല്ല നിലയിൽ നിർവഹിക്കാൻ ശ്രമിക്കുക. എന്റെ ശബ്ദം കേൾക്കുന്നവർ ശരിക്കും ചിന്തിക്കണം.
ഇപ്പൊ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ നിസ്കരിക്കുക. ഒരു സ്ഥിരം ഡെയിലി റുട്ടീനായി നമ്മൾ ചെയ്യുന്നത് പോലെ എല്ലാ ദിവസവും നിസ്കരിക്കുന്നു, ഇന്നും നിസ്കരിക്കുന്നു എന്ന നിലയിലല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, രണ്ടാളുകൾ മസ്ജിദിൽ വന്ന് നിസ്കരിച്ചാൽ അതിലൊരാൾക്ക് നിസ്കാരത്തിന്റെ പൂർണ്ണ പ്രതിഫലം ലഭിക്കും, വേറൊരാൾക്ക് നിസ്കാരത്തിന്റെ പകുതി പ്രതിഫലമേ ലഭിക്കൂ, വേറൊരാൾക്ക് നിസ്കാരത്തിന്റെ മൂന്നിലൊരു പ്രതിഫലമേ ലഭിക്കൂ. ഇങ്ങനെ ആളുകൾ വ്യത്യസ്തമായ പ്രതിഫലങ്ങളായിരിക്കും നിസ്കാരത്തിൽ. പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുക ആർക്കാണ്? അവൻ ശ്രദ്ധയോടെ ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിലാണ് നിൽക്കുന്നത്, എന്റെ റബ്ബിനോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന ചിന്തയിൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് പൂർണ്ണമായ പ്രതിഫലമുണ്ട്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله. ഇപ്പൊ നമ്മൾ പറഞ്ഞ വിഷയം, പ്രിയപ്പെട്ടവരെ, ഈ ഫിത്നയിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിവിന്റെ പരമാവധി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവുമായി നാം അടുക്കുക. ഫർളായ കാര്യങ്ങൾ, നമുക്ക് നിർബന്ധമായ വിഷയങ്ങൾ, അതിൽ നാം നല്ല ശ്രദ്ധ ചെലുത്തുക. സുന്നത്തായ വിഷയങ്ങൾ നാം നിർവഹിക്കുക. അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും നാം ശ്രമിക്കുക. പരിശുദ്ധ ഖുർആനുമായി ജീവിതത്തിൽ നല്ല ബന്ധമുണ്ടാക്കിയെടുക്കുക. ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നല്ലൊരു സമയം വേണം. ഞാൻ ലളിതമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഈ ഫിത്നയുടെ കാലഘട്ടം, ഇന്ന് നാം ജീവിച്ചിരിക്കുന്ന ഈ ഒരു കാലം പോലെ സത്യവും അസത്യവും ഒക്കെ എല്ലാം സത്യം എന്ന നിലയിൽ അവതരിക്കപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നാം കഴിവിന്റെ പരമാവധി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഇബാദതു ഫിൽ ഹർജി കഹിജറത്തിൻ ഇലൈ. ഹർജിന്റെ കാലഘട്ടത്തിൽ, ഹർജ് എന്ന് പറഞ്ഞാൽ ഇമാം അൽ മുനാവി ഫൈദുൽ ഖദീറിൽ പറയുന്നത് പോലെ സത്യവും അസത്യവും ഒക്കെ കൂടിക്കൊഴിഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുവൻ ഇബാദത്തിൽ മുഴുകുക എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ അരികിലേക്ക് അവൻ ഹിജറ ചെയ്തു വരുന്നവനെ പോലെയാണ്. ഹാഫിദ് ഇബ്നു റജബ് അൽ ഹംബലി ഇത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞതായി കാണാം, ഫിത്നകൾ നടക്കുമ്പോൾ, ഫിത്ന എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ നമ്മുടെ മനസ്സിലോടി വരണം. നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യം, എല്ലാവരും മ്യൂസിക് കേൾക്കുന്നവർ, ഹിജാബ് ധരിക്കാൻ എല്ലാ പെൺകുട്ടികളും പഠിക്കുന്ന ഒരു സമയം, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയം ഒരുവൻ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾ മ്യൂസിക് കേൾക്കുമ്പോൾ ഞാനത് ചെയ്യില്ല, കാരണം എന്റെ റബ്ബിന് അത് ഇഷ്ടമല്ല എന്ന തീരുമാനമെടുക്കുന്നവൻ, ജനങ്ങളൊക്കെ ആണും പെണ്ണും കൂടിക്കലണം എന്നൊരു കാഴ്ചപ്പാടിലേക്ക് പോകുമ്പോൾ അതെനിക്ക് പാടില്ല, അന്യ
സ്ത്രീയുടെ മുമ്പിൽ അല്ലെങ്കിൽ അന്യപുരുഷന്റെ മുമ്പിൽ ഒരു സ്ത്രീ അവരുടെ മുഖം കാണിക്കുകയില്ല എന്നൊരു തീരുമാനം ഒരു സ്ത്രീ എടുക്കുമ്പോൾ, ഇങ്ങനെയുള്ള ഇബാദത്തുകൾ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കഹിജറത്തിൻ ഇലൈ, അവൻ എന്നിലേക്ക് ഹിജറ ചെയ്തു വരുന്നവനെ പോലെയാണ്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, ആളുകളൊക്കെ ദേഹേച്ഛ പിൻപറ്റുന്ന സമയം ദീൻ ഉയർത്താൻ വേണ്ടി പരിശ്രമിക്കുക എന്ന് പറയുന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, നിങ്ങൾ കഴിവിന്റെ പരമാവധി ഇബാദത്തുകളിൽ ശ്രദ്ധ ചെലുത്തുക. അത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, നിലവിൽ ചെയ്യുന്ന ഇബാദത്തുകളെ നന്നാക്കിക്കൊണ്ട്, രണ്ടാമത്തേത് പുതുതായ ഇബാദത്തുകൾ, ഇതുവരെ നാം ചെയ്യാത്ത പുതിയ ധാരാളം ഇബാദത്തുകൾ ഉണ്ടാകും. ഇസ്ലാം പഠിപ്പിച്ച ധാരാളം ഇബാദത്തുകൾ, ഇതുവരെ നാം ചെയ്യാത്ത വിഷയങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ നാം വർദ്ധിപ്പിക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുക. പിന്നെ ഇശാ നിസ്കാരം മുതൽ ബിഇദ്നില്ലാഹ് എല്ലാ സഹോദരങ്ങളുടെ മനസ്സിൽ ഈ ഒരു നിയത്തുണ്ടാകണം, എൻ്റെ നിസ്കാരം എന്നെ നന്നാക്കും, എനിക്ക് എൻ്റെ റബ്ബുമായി അടുക്കണം. എൻ്റെ റബ്ബുമായി ഞാൻ അടുത്തു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പോലെ നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും. നമുക്ക് വേണ്ടതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. അല്ലാഹുവിനെ പേടിച്ച് നല്ല നിലയിൽ ജീവിക്കുന്ന ആളുകളുടെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകും. അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പേടിക്കാനാണ്? അല്ലാഹു നമ്മെ സംരക്ഷിക്കാനുണ്ടെങ്കിൽ, അവൻ നമ്മുടെ വിഷയങ്ങളിൽ നമ്മുടെ സഹായിയായി ഉണ്ടെങ്കിൽ വേറെ എന്ത് ദോഷമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ബാധിക്കാനുള്ളത്? അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഇബാദത്തുകളിൽ ശ്രദ്ധ ചെലുത്തുക. രണ്ടാമത്തേത്, അള്ളാഹുവുമായി ബന്ധമുണ്ടാക്കാൻ നമ്മെ സഹായിക്കുന്ന വിഷയമാണ് പരിശുദ്ധ ഖുർആനുമായി നല്ല ബന്ധമുണ്ടാക്കിയെടുക്കുക. ഇന്ന് പല ആളുകളും അവരുടെ ജീവിതത്തിൽ ഖുർആനിന് കൊടുക്കുന്ന ഒരു സ്ഥാനം അല്ലെങ്കിൽ ഖുർആനിന് കൊടുക്കുന്ന വില എന്താണ്? ഓരോരുത്തരും സ്വയം നഫ്സിനോട് ചോദിച്ചു നോക്കുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഖുർആൻ എത്രമാത്രം വില നൽകിയിട്ടുണ്ട്? നമ്മൾ എത്രമാത്രം ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്? അവസാനമായി നമ്മൾ ഈ ഖുർആൻ ഓതി തീർത്തത് എപ്പോഴായിരിക്കും? ഈ ഖുർആനിനോടുള്ള ബാധ്യത ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ? ഓരോരുത്തരും സ്വയം നഫ്സിനോട് ചോദിക്കുക. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, ഖുർആൻ നോക്കാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഖുർആൻ ഓതാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷെ നമ്മളിൽ പല ആളുകളും ഖുർആനുമായിട്ടുള്ള അവന്റെ ബന്ധം എന്താണ്? ഇന്ന് നമ്മൾ പലപ്പോഴും ഫിത്നയിൽ അകപ്പെടാൻ കാരണം, ഫിത്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിൽ വീട്ടിൽ പ്രശ്നമായിരിക്കും, വീട്ടിൽ സമാധാനം ഉണ്ടാവുകയില്ല, വീട്ടിലെപ്പോഴും കുഴപ്പങ്ങളാണ്. ഇതിന് കാരണം ഒരു പക്ഷേ എന്തായിരിക്കാം? ആ പിശാചിന്റെ സ്വാധീനം ആ വീട്ടിൽ നന്നായിട്ടുണ്ടാകും. ഖുർആൻ ഓതിയിരുന്നുവെങ്കിൽ ആ ഷർറ് വീട്ടിൽ നിന്ന് നീങ്ങുമായിരുന്നു. പക്ഷെ ഖുർആൻ നമ്മൾ ഉപേക്ഷിച്ചു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം പല മേഖലകളിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല സന്തോഷങ്ങളും പ്രിയപ്പെട്ടവരെ നമുക്കിന്നില്ല. കാരണം എന്താണ്? നമ്മുടെ വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നില്ല. സ്വഹാബത്തിന്റെ ജീവിതം നിങ്ങൾ നോക്കിയാൽ അവരെത്രമാത്രം ഖുർആനിന് സ്ഥാനം നൽകിയിരുന്നു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകന്റെ അരികിൽ പോയിട്ട് പറയാണ്, പ്രവാചകരെ, എത്ര ദിവസത്തിലാണ് ഞാൻ ഒരു ഖത്തം തീർക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മാസത്തിൽ ഒരു തവണ താങ്കൾ ഖുർആൻ ഓതി തീർക്കുക. ആ സഹാബി പറഞ്ഞു, പ്രവാചകരെ, ഒരു മാസത്തിന്റെ ആവശ്യം എനിക്കില്ല, അതിനേക്കാളും കുറഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ഖത്തം തീർക്കാൻ പറ്റും. പ്രവാചകൻ പറഞ്ഞു, 20 ദിവസത്തിൽ ഒരു ഖത്തം തീർക്കുക. ആ സഹാബി പറഞ്ഞു, പ്രവാചകരെ, 20 ദിവസത്തിന്റെ ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ 7 ദിവസത്തിൽ താങ്കൾ ഖത്തം തീർക്കുക. ചില റിവായത്തുകളിൽ അദ്ദേഹം 7 ദിവസത്തിന്റെ ആവശ്യവുമില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എങ്കിൽ താങ്കൾ 3 ദിവസത്തിൽ ഖത്തം തീർക്കുക. അദ്ദേഹത്തിന്റെ ജീവിത അവസാനം വരെ എല്ലാ 3 ദിവസത്തിൽ അല്ലെങ്കിൽ 7 ദിവസത്തിൽ അദ്ദേഹം ഖുർആൻ പരിപൂർണമായി ഓതി തീർക്കാറുണ്ടായിരുന്നു. ആ സഹാബിക്ക് കുടുംബമുണ്ടായിരുന്നില്ലേ? ആ സഹാബിക്ക് ജോലികൾ ഉണ്ടായിരുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ആ സഹാബിക്ക് ഇതുപോലെ എല്ലാ പണികളും ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അവരത് ചെയ്തത്? അവർ അള്ളാഹുവിൽ നിന്ന് ഉന്നതമായ പ്രതിഫലം ആഗ്രഹിച്ചു. ഈ പരിശുദ്ധമായ ഖുർആൻ ജനങ്ങളുടെ മനസ്സിൽ പരിവർത്തനം ഉണ്ടാക്കുമെന്നത് അവർ അടിയുറച്ച് വിശ്വസിച്ചു. പക്ഷെ നമ്മൾ നാവിൽ ഇങ്ങനെ പറയും, ഖുർആനിലൂടെ ആളുകൾക്ക് മാറ്റം ഉണ്ടാകും. പക്ഷേ ഓരോരുത്തരും സ്വയം നഫ്സിലേക്ക് നോക്കിയാൽ നമ്മുടെ വീട്ടിലുള്ള ഈ ഖുർആൻ എന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത്? നമുക്ക് എത്ര വലിയ സൗഭാഗ്യമാണ്! അള്ളാഹുവിന്റെ സംസാരം ഇതാ നമ്മുടെ മുന്നിലുണ്ട്, അള്ളാഹുവിന്റെ സംസാരം നമ്മുടെ വീടുകളിലുണ്ട്. പക്ഷേ ആ ഖുർആൻ, അള്ളാഹുവിന്റെ ആ സംസാരം, അത് മനസ്സിലാക്കാൻ, അതൊന്ന് ഓതാൻ എത്ര സമയം നാം മാറ്റിവെക്കുന്നുണ്ട്? നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിതത്തിൽ ഖുർആൻ കേൾക്കുന്ന ഒരു പതിവ് പ്രവാചകനുണ്ടായിരുന്നു. ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞു, ഇഖ്റ അലയ്യൽ ഖുർആൻ. ഇബ്നു മസ്ഊദ്, എനിക്ക് താങ്കളൊന്ന് കുറച്ച് ഖുർആൻ ഓതി തരണം.
ആ സഹാബി പ്രവാചകരോട് ചോദിച്ചു, അഖ്റഉ അലൈക വഅലൈക ഉൻസിൽ, പ്രവാചകരെ ഈ ഖുർആൻ അല്ലാഹു നൽകിയത് താങ്കൾക്കല്ലേ, എന്തിനാണ് ഞാൻ താങ്കൾക്ക് ഓതിത്തരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, മറ്റുള്ളവർ ഓതുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കി ഓതാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ താഴേക്ക് നോക്കി ഖുർആനിന്റെ സൂറത്തുൻ നിസാഇന്റെ ഓരോരോ ആയത്തുകൾ ഓതാൻ വേണ്ടി തുടങ്ങി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا എന്ന ആയത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർത്താൻ വേണ്ടി പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ആ സമയം പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവിടുന്ന് ആ ആയത്തുകൾ കേട്ടുകൊണ്ട് കരയുകയായിരുന്നു. ഖുർആനിന്റെ വചനങ്ങൾ കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയാറുണ്ടായിരുന്നു. ചരിത്രങ്ങൾ നമ്മൾ വായിച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരായത്ത് ആവർത്തിച്ച് ഓതി രാത്രി പരിപൂർണമായി പൂർണ്ണ രാത്രി, ഒരു രാത്രി മുഴുവൻ അദ്ദേഹം തള്ളി നീക്കും. ആ ആയത്ത് പൂർത്തീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഈ സംസാരിക്കുന്ന ഞാനാണെങ്കിലും എന്റെ സഹോദരങ്ങളാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ഈ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ പരിവർത്തനം എന്താണ്? എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത്? റബ്ബുമായി എത്രത്തോളം ഖുർആൻ നമ്മെ അടുപ്പിച്ചിട്ടുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ? സഹാബത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും മോശപ്പെട്ട, എപ്പോഴും മദ്യപിച്ച് നടന്നിരുന്ന, വ്യഭിചാരത്തിലേർപ്പെട്ട് നടന്നിരുന്ന ഒരു വിഭാഗത്തെ പരിശുദ്ധമായ ഖുർആനിലൂടെ പരിവർത്തിപ്പിച്ചെടുത്ത് ഇന്ന് അവരുടെ പേരുകൾ നമ്മൾ കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹും എന്ന് പറയുന്ന നിലയിലേക്ക് അവരെ ഉയർത്താൻ ഈ ഖുർആനിന് സാധിച്ചുവെങ്കിൽ, നമ്മുടെ പലരുടെയും വീട്ടിൽ പൊടികെട്ടി കിടക്കുന്ന ഈ പരിശുദ്ധമായ ഖുർആൻ അത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്? ഇത് റബ്ബിന്റെ സംസാരമല്ലേ? ഇത് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് നമ്മൾ ശ്രമിക്കുന്നില്ല? ഇത് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് നമ്മൾ സമയം കണ്ടെത്തുന്നില്ല? ഇന്ന് പല ആളുകളും ഖുർആൻ പഠിക്കുന്നത് എപ്പോഴാണ്? എല്ലാ തിരക്കുകളും കഴിഞ്ഞ് കുറച്ച് സമയം ഒഴിവുണ്ടെങ്കിൽ ഖുർആൻ പഠിക്കും. അല്ലെങ്കിൽ എപ്പോഴാണ് ഖുർആൻ ഓതാറുള്ളത്? പതിവിന് വിപരീതമായി എപ്പോഴെങ്കിലും നിസ്കാരത്തിന് മുമ്പോ ശേഷമോ കുറച്ചധികം സമയം മസ്ജിദിൽ ചെലവഴിക്കേണ്ടി വന്നാൽ ആ സമയമെടുത്ത് ഖുർആൻ ഓതും. അതല്ലാതെ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു പതിവായി ഖുർആൻ ഇത്ര ഓതും എന്നൊരു നിലപാട് സ്വീകരിച്ച് ഖുർആനിനെ ബഹുമാനിക്കുന്ന എത്ര ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂട്ടത്തിൽ? എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതോ അള്ളാഹുവുമായി നല്ല ബന്ധം വേണം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകണം, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു. അതിലേക്കൊക്കെ നമ്മളെ നയിക്കുന്ന പരിശുദ്ധമായ ഖുർആനാകട്ടെ നമ്മുടെ വീട്ടിൽ അടച്ചിരിക്കുകയാണ്. നമ്മളിൽ പല ആളുകളും അത് ഖതം തീർത്തത് അവസാനത്തെ റമദാനിലായിരിക്കും. അതിനുശേഷം ഖതം തീർത്ത ആളുകൾ പോലും വളരെ ചുരുക്കം ചിലർ മാത്രമായിരിക്കും. ഞാൻ ആരോടും ചോദിക്കുന്നില്ല, പക്ഷെ ഓരോരുത്തരും സ്വയം നഫ്സിനോട് ചോദിക്കുക, ഞാൻ അവസാനത്തിൽ ഈ ഖുർആൻ പരിപൂർണമായി ഖതം തീർത്തത് എപ്പോഴാണ്? സഹാബികളിൽ അധിക പേരും 3 ദിവസത്തിലും 7 ദിവസത്തിലും ഖതം തീർക്കുമ്പോൾ മുസ്ലിം എന്ന് അവകാശപ്പെടുന്ന മുസ്ലിമായ മുഅ്മിനായ സ്വർഗത്തിലാണ് എന്ന് ഉറച്ച മനസ്സിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കുക, എത്ര ദിവസമായി ഒരു ഖതം തീർത്തിട്ട്, എത്ര ദിവസമായി ഖുർആൻ ഒന്ന് മനസ്സറിഞ്ഞ് ഓതിയിട്ട് അള്ളാഹുവിന്റെ ഈ സംസാരം നമ്മളൊരു ആയത്ത് ഓതുമ്പോൾ ഇതെന്റെ റബ്ബ് എന്നോട് പറയുന്ന കാര്യമല്ല, എനിക്കിത് അറിയണ്ടേ എന്റെ റബ്ബ് എന്താണ് എന്നോട് പറയുന്നത് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും റബ്ബിനോടുള്ള ബന്ധത്തിൽ വളരെയധികം വിള്ളൽ വരുത്തിയവരാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഭൗതികമായി നിങ്ങൾ ബഹുമാനിക്കുന്ന സൗദി അറേബ്യയിലെ രാജാവ് നിങ്ങൾക്കൊരു കത്ത് തന്നു എന്ന് സങ്കല്പിക്കുക. അറബി ഭാഷയിൽ നിങ്ങളെ വ്യക്തിപരമായി വിളിച്ച് നിങ്ങൾക്കൊരു കത്ത് തന്നു. ആ എഴുത്തിലുള്ള അറബി ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് കരുതി നിങ്ങൾ ആ എഴുത്ത് ഉപേക്ഷിക്കോ? ഓരോരുത്തരും സ്വയം നഫ്സിനോട് ചോദിക്കുക, ആ എഴുത്ത് നിങ്ങൾ ഉപേക്ഷിക്കോ? ഇല്ല. അറബി ഭാഷ അറിയുന്ന ആളുകളുടെ അരികിലേക്ക് നിങ്ങൾ പോകും. എന്താ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്? അതിന്റെ അർത്ഥം നമ്മൾ ചോദിച്ചറിയും. ഇനി ചോദിച്ചറിഞ്ഞാൽ നമ്മൾ ഒരു പക്ഷെ അവരോട് ചോദിക്കും, എന്തെങ്കിലും നീ പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? എല്ലാം പറഞ്ഞിട്ടില്ലേ? ഇങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി ശ്രമിക്കും. ഭരണാധികാരികളുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരം നമ്മുടെ മുന്നിൽ, നമ്മുടെ വീട്ടിൽ നമുക്ക് പഠിക്കാൻ എല്ലാ സൗകര്യങ്ങളടക്കം നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും ഈ ഖുർആൻ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പഠിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്? എല്ലാ ദിവസവും ഓതുന്ന സൂറത്തുകളുടെ അർത്ഥം പോലും പലർക്കും ഇന്നറിയില്ല. എല്ലാ ദിവസവും ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ ആശയം പോലും പല ആളുകൾക്കും ഇന്നറിയില്ല. ഇന്ന് ചിലരോടൊക്കെ എന്താണ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അർത്ഥം? അവർ പറയും കരുണാവാരിധിയും കാരുണ്യവാനുമായ അള്ളാഹു. എന്താണ് ഈ കരുണാവാരിധി? എന്താണ് ഈ കാരുണ്യവാൻ? അത് ചിന്തിക്കുന്നില്ല. കേവലം ചില മലയാള വാക്കുകളിൽ വിഷയങ്ങൾ ഒതുക്കി. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ചിന്തിക്കാൻ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് ചിന്തിക്കാൻ ഇന്ന് നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു കാര്യം പരിശുദ്ധ ഖുർആനിനെ നമ്മുടെ ജീവിതത്തിൽ നാം മുറുകെ പിടിക്കുക. പരിശുദ്ധ ഖുർആനിനെ ജീവിതത്തിൽ നാം മുറുകെ പിടിക്കുക. നമുക്ക് എപ്പോഴും എല്ലാ ദിവസവും
ഈ ഖുർആനുമായി ഒരു ബന്ധമുണ്ടാക്കാൻ നാം എന്തായാലും ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹുവുമായി ബന്ധമുണ്ടാക്കാൻ സഹായിക്കുന്ന ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നിരന്തരമായി ചെയ്യുന്ന ഇബാദത്തുകൾ നന്നാക്കുകയും പുതിയ പുതിയ ഇബാദത്തുകൾ ദീന് പഠിപ്പിച്ച കാര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. രണ്ടാമത്തേത് പരിശുദ്ധ ഖുർആനുമായി നല്ല ബന്ധമുണ്ടാക്കിയെടുക്കുക. ഞാൻ നിങ്ങൾക്ക് ഒരൊറ്റ ഹദീസ് പറഞ്ഞുതരാം, അത് പറഞ്ഞ് ഈ വിഷയം ഞാൻ വിടാം. ഒരൊറ്റ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് പറയാണ്, ഇന്ന ലില്ലാഹി അഹ്ലീന മിനൻ നാസ്. സഹാബികളെ, ജനങ്ങളിൽ ചില ആളുകളുണ്ട്. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെയാണ്, നമ്മളാണ് അതുകൊണ്ട് ഉദ്ദേശം. ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ മുസ്ലിമീങ്ങൾ, നിങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും അഹ്ലുല്ലാഹ്, അവർ അല്ലാഹുവിന്റെ ആളുകളാണ്, അല്ലാഹുവിന് വേണ്ടപ്പെട്ടവരാണ്. വഖാസ്സതു, അല്ലാഹുവിന്റെ കേവലം വേണ്ടപ്പെട്ടവരെന്ന് മാത്രമല്ല, അല്ലാഹുവിന് വളരെയധികം പ്രിയപ്പെട്ടവരാണ് അവർ. സഹാബികൾ ഇത് കേട്ട ഉടനെ അവർക്ക് ആവേശമായി. നമ്മളെ പോലെ അല്ലാലോ അവർ, ഞാനടക്കമുള്ള ഇന്ന് നമ്മുടെ ഒരു സാഹചര്യം അല്ലാലോ സഹാബികൾക്ക്. ഇത് കേട്ട ഉടൻ സഹാബികൾ ചോദിച്ചു, പ്രവാചകരെ, മൻഹും, അവരാരാണ്? അവരെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരണം, നമുക്കതിൽ ഉൾപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിന്റെ വക്താക്കളാണ്, ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്, ഖുർആൻ പഠിക്കുന്നവരാണ്, ഖുർആൻ പഠിപ്പിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ആളുകളാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാ മസാജിദുകളിൽ കിടക്കുന്ന, നമ്മുടെ വീടുകളിൽ ധാരാളക്കണക്കിനുള്ള അള്ളാഹുവിന്റെ ഈ കലാം ഇന്ന് മുതൽ നിങ്ങളത് മുറുകെ പിടിക്കുക. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അസ്ഫാൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് അദ്ദേഹം യാത്ര പോയി. യാത്രയിൽ വെച്ച് അദ്ദേഹം മറ്റൊരു പ്രദേശത്തെ ഗവർണറായി നിശ്ചയിച്ച ഒരു വ്യക്തിയെ അസ്ഫാനിൽ വെച്ച് കണ്ടുമുട്ടി. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ ഇന്ന പ്രദേശത്തെ ഉത്തരവാദിത്തം ഗവർണറായി താങ്കളെ നിശ്ചയിച്ചതല്ലേ? താങ്കൾ ഇങ്ങനെ ഇവിടേക്ക് വരുമ്പോൾ താങ്കൾക്ക് പകരക്കാരനായി അവിടെ ആരെയാണ് നിശ്ചയിച്ചത്? ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ വ്യക്തി പറഞ്ഞു, ഇബ്നു അബ്സയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരാണ് ഇബ്നു അബ്സ? ഇബ്നു അബ്സ ആരാണ്? അദ്ദേഹം പറഞ്ഞു, മൗലൻ മിൻ മവാലീന, നമ്മുടെ അടിമകളിൽപ്പെട്ട ഒരു സാധാരണക്കാരാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇസ്തഅമൽത മൗല, ഒരു അടിമയെയും ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ഭരണാധികാരം ഏൽപ്പിച്ചിട്ടാണോ താങ്കൾ ഇവിടെ വന്നിരിക്കുന്നത്? ഈ സമയം ആ വ്യക്തി ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്നഹു ഹാഫിദുൽ ലികിതാബില്ലാഹ്. ഉമർ, അവൻ അടിമയാണെങ്കിലും അവൻ അള്ളാഹുവിന്റെ കലാം മനപ്പാടമാക്കിയവനാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളോട് അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. പ്രവാചകനിൽ നിന്ന് അദ്ദേഹം കേട്ട കാര്യം. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമ വയദഉ ബിഹി ആഖരീൻ. ചില ആളുകളെ അല്ലാഹു ഖുർആൻ ഉപയോഗിച്ച് ഉയർത്തും, വേറെ ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇകഴ്ത്തി കളയുകയും ചെയ്യും. അപ്പോൾ ജനങ്ങൾ, ഞാനും നിങ്ങളിൽ ഓരോരുത്തരും ഖുർആനുമായി അല്ലാഹുവിങ്കിൽ വരുമ്പോൾ രണ്ട് വിഭാഗമേ ഉണ്ടാവുക. ഒന്ന് ഖുർആൻ ഉപയോഗിച്ച് അല്ലാഹു ഉയർത്തിയവർ, മറ്റൊന്ന് ഖുർആൻ ഉപയോഗിച്ച് അല്ലാഹു ഇകഴ്ത്തിയവർ. റമദാനിൽ മാത്രം ഖതം തീർത്ത് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഖുർആൻ സ്പർശിക്കാതെ, അത് പഠിക്കാതെ, അത് ഓതാതെ പരലോകത്ത് നാം ചെന്നു കഴിഞ്ഞാൽ ഖുർആൻ ഉപയോഗിച്ച് ഉയർന്നവരായിരിക്കോ നമ്മൾ, അതല്ല ഖുർആൻ മുഖേന താഴ്ന്നവരായിരിക്കോ നമ്മൾ എന്നുള്ള കാര്യം പ്രിയപ്പെട്ടവരെ ഓരോരുത്തരും സ്വയം നഫ്സിനോട് ചോദിക്കുക. അപ്പോൾ ഈ ഫിത്നയുടെ കാലഘട്ടത്തിൽ നമ്മെ അതിൽ നിന്ന് മാറാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം അള്ളാഹുവുമായി ബന്ധമുണ്ടാക്കുക എന്നതാണ്. അതിന് നമ്മെ സഹായിക്കുന്ന രണ്ട് മാർഗങ്ങളാണ് പ്രധാനമായും പറഞ്ഞത്. ഒന്ന്, ഇബാദത്തുകളിൽ ശ്രദ്ധയുണ്ടാവുക. രണ്ടാമത്തേത്, പരിശുദ്ധ ഖുർആനുമായി നല്ല ബന്ധം നാം സ്ഥാപിക്കുക. രണ്ടാമത്തെ വിഷയം, നല്ല കൂട്ടുകെട്ടുകൾ പ്രിയപ്പെട്ടവരെ നാം സ്വീകരിക്കുക. നല്ല കൂട്ടുകെട്ട് സ്വീകരിക്കുക. നാം ആരുടെ കൂടെയാണോ നടക്കുന്നത്, ആരുടെ കൂടെയാണോ സമയം ചെലവഴിക്കുന്നത്, നല്ല സുഹൃത്തുക്കളെ നാം തിരഞ്ഞെടുക്കുക. നമ്മുടെ മക്കൾ നല്ല സുഹൃത്തുക്കളെയാണോ തിരഞ്ഞെടുക്കുന്നത് എന്ന് മാതാപിതാക്കൾ ഉറപ്പുവരുത്തുക. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമ്മുടെ പെൺമക്കൾ ആരുടെ കൂടെയാണ് കൂടുന്നത്, അവർ ആരോടാണ് അധികമായി സംസാരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലി, ഓരോരുത്തരും അവരവരുടെ സുഹൃത്തുക്കളുടെ പാതയിലായിരിക്കും. ഫല്യൻദുർ അഹദുകും മൻ യുഖാലിൽ, അതുകൊണ്ട് ആരെയാണ് സുഹൃത്തുക്കളായി സ്വീകരിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുക. സമീപഭാവിയിൽ അല്ലെങ്കിൽ സമീപ ദിവസങ്ങളിൽ നിങ്ങൾ കേരളത്തിലെ ചരിത്രങ്ങൾ നോക്കിയാൽ പല ആളുകളും വഴികേടിലേക്ക് പോകാനുള്ള കാരണം അവരുടെ സുഹൃത്തുക്കളായിരുന്നു. നല്ല മുസ്ലിമീങ്ങളായി ജീവിച്ച പലരും ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് പോകാനുള്ള കാരണം അവരുടെ സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് നാം ചിന്തിക്കുക, ആരെയാണ് നാം സുഹൃത്തുക്കളായി തിരഞ്ഞെടുക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അവസാന നാളിൽ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞൊരു കാര്യം എന്താണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുകയും അവന്റെ മാർഗത്തിൽ പരസ്പരം പിരിയുകയും ചെയ്യുന്ന സുഹൃത്തുക്കൾ. അങ്ങനെയുള്ള ബന്ധങ്ങൾ പ്രിയപ്പെട്ടവരെ നാം ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ നാട്ടിലുള്ള പരസ്പരം അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം വെറുക്കുന്ന നല്ല നല്ല ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മളൊരു തെറ്റ് ചെയ്താൽ അത് തിരിച്ചുന്ന സുഹൃത്തുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുക. അതല്ലെങ്കിൽ എന്റെ സുഹൃത്ത് എന്ത് ചെയ്താലും ഞാൻ അവന്റെ കൂടെ നിൽക്കും എന്ന് പറയുന്നവരല്ല നമുക്ക് വേണ്ടത്. മറിച്ച് ഒരു തിന്മ നമ്മിൽ നിന്ന് കണ്ടാൽ ഇത് പാടില്ല, ഇത് റബ്ബ് വിലക്കിയതാണ് എന്ന് പറയുന്ന ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കുക. അവരുടെ കൂടെ നമ്മൾ സഹവസിക്കുക. അവർ ബിഇദ്നില്ല നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കും. അതല്ലാതെ ഹക്കും ബാത്തിലും നോക്കാതെ ഏത് വിഷയത്തിലും നമ്മെ സഹായിക്കുന്ന ആളുകളല്ല നമുക്ക് വേണ്ടത്. നല്ല കൂട്ടുകെട്ട് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ പരലോകത്ത് നമ്മെ ഉപകരിക്കുന്ന കാര്യമാണ്. എന്തായാലും എല്ലാവർക്കും സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ. നമ്മൾ നേരത്തെ ഖുർആനിന്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ പരലോകത്തെത്തിയാൽ ജനങ്ങൾ 2 നിലയിലായിരിക്കുമെന്ന് പറഞ്ഞതുപോലെ സുഹൃത്തുക്കളുടെ വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമുക്കൊരു അധ്യാപനം നൽകുന്നുണ്ട്. എല്ലാവരും, ഞാൻ ഇൻഷാ അല്ലാഹ് അധികം ദീർഘിപ്പിക്കില്ല, പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. നമ്മൾ ഖുർആനെ കുറിച്ച് പറഞ്ഞത് നിങ്ങളുടെ ചിന്തയിലുണ്ടാകണം. അതുപോലെ സുഹൃത്തുക്കളുടെ വിഷയത്തിൽ ഇസ്ലാം പറയുന്ന നിലപാട് എന്താണ്? അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖൂൻ. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ സുഹൃത്തുക്കളുണ്ട്, പരിചയക്കാരുണ്ട്. ഈ പരിചയക്കാരുമായി പരലോകത്ത് നമ്മൾ വരുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത് സൂറത്ത് സുഖ്റുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അല്ലാഹു പറയുന്നു, അൽ അഖില്ലാ, സുഹൃത്തുക്കൾ അവർ പരസ്പരം യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദു, ചിലർ മറ്റു ചിലർക്ക് ശത്രുക്കളായിരിക്കും. ഇല്ലൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾ ഒഴികെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഗുണദോഷിക്കുകയും ചെയ്തവർ ഒഴികെ ബാക്കി എല്ലാവരും പരസ്പരം ശത്രുക്കളായിരിക്കുമെന്ന് അള്ളാഹു പറയുന്നു. ഇമാം ഇബ്നു കസീർ അതിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞതായി കാണാം, കുല്ലു സദാഖത്തിൻ വസഹാബത്തിൻ ലിഗൈരില്ലാഹ് ഫഇന്നഹാ തൻഖലിബു യൗമൽ ഖിയാമത്തി അദാവതൻ ഇല്ലാ മാ കാന ലില്ലാഹി അസ്സ വജൽ ഫഇന്നഹു ദായിമുൻ ബിദവാമിഹി. ഈ ഭൂമിയിൽ ആരുടെ കൂടെ നമ്മൾ കൂടിയാലും, പ്രായമുള്ളവരാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും, നമ്മൾ വൈകുന്നേരം ഏതെങ്കിലും കടയുടെ കോനായിൽ ഇരുന്ന് പരസ്പരം സംസാരിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ പ്രായപ്പെട്ടവർ അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾ സുഹൃത്തുക്കളുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് അവരുടെ സുഹൃത്തുക്കളായി കൊണ്ടു നടക്കുന്നത് ആരാണോ ഇവർ പരലോകത്ത് വരും. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, രണ്ടാലൊരു കൂട്ടരായിരിക്കും. ഒന്നുകിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഉപകരിക്കുന്ന സുഹൃത്തുക്കൾ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്കെതിരാകുന്ന സുഹൃത്തുക്കൾ. അപ്പോൾ നമ്മളെപ്പോഴും ബുദ്ധിയുള്ള ആളുകൾ എന്ത് ചെയ്യണം? നല്ല സുഹൃത്തുക്കളെ ജീവിതത്തിൽ നാം തിരഞ്ഞെടുക്കുക. അള്ളാഹുവിനെ കുറിച്ച് ഉണർത്തുന്ന ആളുകൾ, അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന ആളുകൾ. നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതങ്ങനെ പാടില്ല, അതങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുക. അത് നമ്മൾ അന്വേഷിക്കുക. നമ്മളെ നിലവിലുള്ള സുഹൃത്തുക്കൾ അങ്ങനെയല്ലെങ്കിൽ അങ്ങനെയുള്ള സുഹൃത്തുക്കളെ നമ്മൾ അന്വേഷിക്കുക. നമ്മൾ സഹാബത്തിന്റെ ജീവിതം നോക്കൂ. ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, 2 സഹാബികൾ പരസ്പരം കണ്ടാൽ അവർ സൂറത്തുൽ അസ്ർ ഓതി കൊടുക്കും. 2 സഹാബികൾ പരസ്പരം കണ്ടാൽ അവർ സൂറത്തുൽ അസ്ർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓതി കൊടുക്കും. എന്താണ് സൂറത്തുൽ അസ്റിൽ പറയുന്നത്? നമുക്കിത് മനസ്സിലാകുന്ന ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ അവർ പരസ്പരം പറയുന്നത് എന്താ? ഇതാ അറിയണം, നമ്മൾ രണ്ടാളും നാശത്തിലാണ്, രണ്ടാളും നശിച്ചവരാണ്. നമുക്ക് വിജയിക്കാനുള്ള മാർഗം എന്താണ്? നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കണം, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം, മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. ഇതാണ് അവർ പരസ്പരം പറയുന്നത്. നമ്മൾ ഇന്ന് പരസ്പരം 2 സുഹൃത്തുക്കൾ കാണുമ്പോൾ ഈ രൂപത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ എടാ അത് പാടില്ല, അത് ഇസ്ലാം വിലക്കിയതല്ലേ, എന്തിനാണ് അള്ളാഹുവിനെ ധിക്കരിച്ച് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്? ഇപ്പൊ നമ്മുടെ സുഹൃത്ത് നിര്യാണിക്കത്തായ വസ്ത്രമിട്ടാൽ എടാ അത് പാടില്ല, ഇസ്ലാം വിലക്കിയതാണ്, ഹറാമാണ്. താടി വടിക്കുന്നത് കണ്ടാൽ ഇനി എന്തുകൊണ്ടാണ് താടി വെക്കാത്തത്? അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് താടി ഉണ്ടായിരുന്നില്ലേ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലേ എന്ന് നമ്മോട് പറയുന്ന സുഹൃത്തുക്കളാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ നമുക്ക് ഉപകാരമുള്ള സുഹൃത്തുക്കൾ. അവരാണ് നമുക്ക് പരലോകത്ത് ഉപകാരം ചെയ്യുന്ന സുഹൃത്തുക്കൾ. നാം ഒരു തെറ്റിൽ ഏർപ്പെടുന്നത് കണ്ടു, നമ്മൾ കച്ചവടം ഇടപാടിൽ ഒരു പലിശ ഇടപാട് നടത്തുന്നത് കണ്ടു, അത് പാടില്ല, പലിശയുമായി നീ ബന്ധമുണ്ടാക്കരുത്, അത് നിനക്ക് പരലോകത്ത് റബ്ബിനെ കാണുമ്പോൾ ദോഷം ചെയ്യും എന്നിങ്ങനെ നമ്മെ ഉപദേശിക്കുന്ന, നമ്മെ ഗുണദോഷിക്കുന്ന സുഹൃത്തുക്കളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യം. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം നല്ല സുഹൃത്തുക്കളെ നാം തിരഞ്ഞെടുക്കുക എന്നതാണ്. മൂന്നാമത്തേത് അഹ്ലുസുന്നയുടെ മൻഹജ് നാം മുറുകെ പിടിക്കുക. അഹ്ലുസുന്നയുടെ മൻഹജ് നാം മുറുകെ പിടിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രത്യേകിച്ച് ഫിത്നയുടെ കാലഘട്ടത്തിൽ.
അഹ്ലുസുന്നയുടെ മൻഹജ് എന്താണ് എന്ന് നാം മനസ്സിലാക്കുകയും അത് മുറുകെ പിടിക്കുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്ക് ശേഷം ജീവിക്കുന്നവർ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അവർ വിജയിക്കാനുള്ള മാർഗം എന്താണ്? സ്വഹാബത്തിന്റെയും എന്റെയും മാർഗം മുറുകെ പിടിക്കുക. ഏത് വിഷയത്തിലും സ്വഹാബത്തിന്റെ മാർഗം നമ്മൾ മുറുകെ പിടിക്കുക. വിശ്വാസ കാര്യങ്ങളിൽ, കർമ്മ വിഷയങ്ങളിൽ, ഏത് കാര്യങ്ങളിലും പ്രിയപ്പെട്ടവരെ സ്വഹാബത്തിന്റെ മാർഗം മുറുകെ പിടിക്കുക. ഇസ്ലാമിന്റെ അഖീദ പഠിപ്പിക്കുന്ന, അഹ്ലുസുന്നയുടെ അഖീദ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ, അവരുടെ ദുറൂസുകളിൽ നമ്മൾ ചെന്നിരിക്കുക. അത് നമ്മൾ പഠിക്കുക. ഖുർആനും സുന്നത്തും അടിസ്ഥാനപ്പെടുത്തി പഠിപ്പിക്കുന്നതിൽ നാം ചെന്ന് ഇരിക്കുക. അതല്ലാതെ ഏതെങ്കിലും ബിദ്അത്തിന്റെ ആളുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ, അവരുടെ സംസാരങ്ങൾ, അതിന് നമ്മൾ ചെവി കൊടുക്കാൻ പാടില്ല. അല്ലാഹു പറഞ്ഞു, വൈദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ ഫഅഅരിദ് അൻഹും. അല്ലാഹുവിന്റെ ആയാത്തുകളിൽ മോശമായ നിലയിൽ സംസാരിക്കുന്ന ആളുകൾ, അവരെ തൊട്ട് പ്രവാചകരെ താങ്കൾ മാറി നിൽക്കുക. അവരോട് നമുക്ക് ബന്ധമുണ്ടാകാൻ പാടില്ല, അവരോട് നമുക്ക് ഒരു കൂട്ടുമുണ്ടാകാൻ പാടില്ല. അഹ്ലുസുന്നയുടെ ആളുകളെ പ്രിയപ്പെട്ടവരെ നാം കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ബിദ്അത്തിന്റെ ആളുകൾ, ഇന്ന് ചില ആളുകൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇങ്ങനെ വ്യാപകമായതുകൊണ്ട് യൂട്യൂബ് തുറക്കും, അതിൽ ആരെയാണോ കാണുന്നത് അവരുടെ ക്ലാസ് കേൾക്കും. ചിലപ്പോൾ നിരീശ്വരവാദിയായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇന്ന് ചില നിരീശ്വരവാദികൾ അവരുടെ ദേഹേച്ഛക്ക് ഇസ്ലാം തടസ്സമാണെന്ന് കണ്ടപ്പോൾ ഇസ്ലാമിനെ വിട്ടെറിഞ്ഞ് അവർക്ക് തോന്നിയവാസം അനുസരിച്ച് ജീവിക്കാൻ ഇന്ന് ചില നിരീശ്വരവാദികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് ഇസ്ലാമിനോട് പ്രശ്നമുള്ളത് കൊണ്ടല്ല, മറിച്ച് അവരുടെ ദേഹേച്ഛകൾക്ക്, അവരുടെ തോന്നിവാസങ്ങൾക്ക് ഇസ്ലാം തടസ്സമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇസ്ലാമിനെ ഉപേക്ഷിച്ച നിരീശ്വരവാദികൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അവർ അവരുടെ സംസാരങ്ങൾ റെക്കോർഡ് ചെയ്യുകയും വീഡിയോകളായി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. ഒരു സാധാരണക്കാരൻ യൂട്യൂബിൽ കയറി ആരാണെന്നറിയാതെ അവരുടെ സംസാരങ്ങൾ കേൾക്കും, അവരുടെ സംസാരങ്ങൾ ശ്രവിക്കും. അവർ പറയുന്ന ശുഭഹത്തുകൾ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരും. അങ്ങനെ ഒരു സാഹചര്യം പ്രിയപ്പെട്ടവരെ നമുക്കൊരിക്കലും ഉണ്ടായിക്കൂടാ. നമ്മൾ ആരുടേതാണ് കേൾക്കുന്നത്, എന്താണ് നമ്മൾ കേൾക്കുന്നത്, അതിനെക്കുറിച്ച് ഉറച്ച ബോധം നമുക്ക് വേണം. നമ്മുടെ ദീൻ അത് നാം ഒരിക്കലും പണയപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ സംസാരം കേൾക്കുന്നത് നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ചില ആളുകളൊക്കെ കരുതും, ഒന്ന് കേട്ടാ പോകുന്നതാണോ എന്റെ ദീൻ, ഒന്ന് കേട്ടാൽ അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവനാണോ ഞാൻ എത്ര കാലമായി ഇതൊക്കെ കേൾക്കുന്നു, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഇമാം അസ്സഹബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സിയറിൽ പറയുന്നതായി കാണാം, അൽ ഖുലൂബു ദഈഫ, നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ദുർബലമാണ്. വശുബഹു ഖത്താഫ, ആ ഹൃദയങ്ങളെ റാഞ്ചിയെടുക്കാൻ കഴിവുള്ളതാണ് ഈ പറയുന്ന ശുഭഹത്തുകൾ. നിരീശ്വരവാദികൾ പറയുന്ന പല വാദങ്ങളും കേട്ടാൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിന് മറുപടി എന്താണെന്ന് മനസ്സിലാകണമെന്നില്ല. നമ്മുടെ ഹൃദയത്തിൽ അത് കടന്നുകൂടും. ഒരു സംസാരം കേൾക്കും, രണ്ടാമത്തെ സംസാരം കേൾക്കും, മൂന്നാമത്തെ സംസാരം കേൾക്കും. ഇങ്ങനെ 4-5 സംസാരങ്ങൾ കേട്ടാൽ നമ്മുടെ മനസ്സിൽ ഒരു പക്ഷെ അതിനോടൊരു ചായ്വ് വരും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ, യൂട്യൂബിന്റെ ഏറ്റവും വലിയ മറ്റൊരു ഫിത്ന എന്താണ്? ഒരു സംസാരം ആരെങ്കിലും ഒരു തവണ ഓപ്പൺ ആക്കിയാൽ അതിന് സാദൃശ്യമായ സംസാരങ്ങൾ അത് തനിയെ വന്നുകൊണ്ടേയിരിക്കും. ഇത് നമ്മളിങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ആ ബിദ്അത്തുകളോട് നമ്മുടെ മനസ്സ് പൊരുത്തപ്പെടാൻ വേണ്ടി തുടങ്ങും. ഇത് സംഭവിക്കാത്തതല്ല. ഇങ്ങനെ എത്ര ആളുകൾ ഫിത്നയിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. നാം ഒരിക്കലും നമുക്കിത് മനസ്സിലാക്കാൻ കഴിവുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മറിച്ച് മുൻഗാമികൾ പറഞ്ഞതുപോലെ അവരെ തൊട്ട് നമ്മൾ മാറി നിൽക്കുക, അത് മാത്രമാണ് രക്ഷാമാർഗം. അതല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ട് എന്ന വാദമൊന്നും ഉപകരിക്കുകയില്ല. ഞാൻ നിങ്ങൾക്ക് ഒരാളുടെ ചരിത്രം പറഞ്ഞുതരാം. അബ്ദുല്ലാഹ് അൽ ഖസീമി, നജ്ദിൽ ഖസീമിൽ, സൗദി അറേബ്യയിലെ ഖസീമിൽ ജീവിച്ച ഒരു വലിയ പണ്ഡിതനായിരുന്നു അബ്ദുല്ലാഹ് അൽ ഖസീമി. അദ്ദേഹം നിരീശ്വരവാദികൾക്ക് ശക്തമായി മറുപടി പറയുകയും അവരുടെ പുസ്തകങ്ങളും മറ്റും വായിച്ച് അവർക്കെതിരിൽ മറുപടി എഴുതുകയും ചെയ്ത ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. നിരീശ്വരവാദികളുടെ വിഷയത്തിലും മറ്റും എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങൾ, അതിൽ ചില ഗ്രന്ഥങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഇത് അദ്ദേഹത്തിന് സ്വർഗത്തിലേക്കുള്ള മഹറാണ് എന്ന് പറഞ്ഞാൽ അത്രയും ഇസ്ലാമിന് ഖിദ്മത്ത് ചെയ്യുന്ന ഗ്രന്ഥങ്ങളായിരുന്നു അദ്ദേഹം എഴുതിയത്. അങ്ങനെ അദ്ദേഹം നിരീശ്വരവാദികൾക്ക് മറുപടിയായി പല ഗ്രന്ഥങ്ങളും എഴുതാൻ വേണ്ടി തുടങ്ങി. ധാരാളം ഗ്രന്ഥങ്ങൾ കൊണ്ടുവന്നു. അദ്ദേഹം സഹീഹുൽ ബുഖാരി വരെ അദ്ദേഹത്തിന് മനഃപ്പാഠമായിരുന്നു. നിരീശ്വരവാദികൾ അദ്ദേഹത്തിന്റെ മറുപടിക്ക് മുമ്പിൽ മുട്ടുകുത്താൻ വേണ്ടി തുടങ്ങി. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ അദ്ദേഹത്തിന് ബാധിച്ച ഫിത്ന എന്താണെന്നറിയോ നിങ്ങൾക്ക്? അദ്ദേഹത്തിനൊരു തോന്നൽ, ഞാൻ അത്യാവശ്യം തിരക്കേടില്ല, എനിക്ക് ബുഖാരി ഹിഫ്ളുണ്ട്, എനിക്ക് ഈ നിരീശ്വരവാദികളൊക്കെ മുട്ടുകുത്തിക്കാൻ വേണ്ടി സാധിക്കും, എനിക്ക് അത്രയും അധികം കഴിവുണ്ട്. സ്വന്തത്തെക്കുറിച്ച് ഇങ്ങനെ ധാരണകൾ അദ്ദേഹത്തിന് വരാൻ വേണ്ടി തുടങ്ങി. അവസാനം അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? അദ്ദേഹം നിരീശ്വരവാദിയായി. അബ്ദുല്ലാഹ് അൽ ഖസീമി എന്ന് പറയുന്ന ഇസ്ലാമിക ഭരണകൂടത്തിൽ താമസിച്ച, സൗദിയിൽ ഖസീമിൽ താമസിച്ച ആ വ്യക്തി
അവസാനം നിരീശ്വരവാദിയായിട്ടാണ് മരണപ്പെടുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അദ്ദേഹം അവരുടെ സംസാരങ്ങൾ വായിച്ചപ്പോൾ അതിൽ അദ്ദേഹം ആകർഷിതനായിട്ടില്ല, അതിലേക്ക് അദ്ദേഹം പോയിട്ടില്ല ആദ്യം. മറിച്ച് അദ്ദേഹത്തിന് വന്നിരിക്കുന്ന ഫിത്ന എന്താണ്? ഇതൊക്കെ തടുക്കാൻ പറ്റുമെന്നൊരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ വരികയും ഇത് അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്ന തൗഫീഖാണെന്ന് മനസ്സിലാക്കുന്നതിന് പകരം ഇതൊക്കെ എന്റെ കഴിവാണ്, എനിക്കിതൊക്കെ മനസ്സിലാക്കാൻ കഴിയും എന്ന് സ്വന്തത്തോട് ഉജ്ബുണ്ടാവുകയും ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പരീക്ഷിച്ചു. ഇസ്ലാമിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പുറത്തേക്ക് മാറ്റി. സഹീഹുൽ ബുഖാരിയിൽ ഒരു റാവിയുണ്ട്, ഇമ്രാൻ ഇബ്നു ഹത്താൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇമ്രാൻ ഇബ്നു ഹത്താൻ അദ്ദേഹം അഹ്ലുസുന്നയിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഖാരിജിയ ചിന്താഗതി വെച്ച് നടക്കുന്ന ഭരണാധികാരികൾക്കെതിരിൽ ഇറങ്ങലും അവർക്കെതിരിൽ സംസാരിക്കലും ഒക്കെ അനുവദനീയമാണ് എന്ന് പറയുന്ന വിശ്വാസം പേര് നടക്കുന്ന ഖാരിജിയായ ബിദഈയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഇമ്രാൻ പറഞ്ഞു, ഞാൻ അവളെ കല്യാണം കഴിച്ച് അവൾക്ക് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവളെ അഹ്ലുസുന്നയുടെ മൻഹജിലേക്ക് കൊണ്ടുവരാം. അവസാനം എന്ത് സംഭവിച്ചു? ഇമ്രാൻ ഇബ്നു ഹത്താൻ കല്യാണത്തിന് ശേഷം ഖാരിജിയായി മാറി. അതുകൊണ്ട് ഇമാം ദഹബി പറഞ്ഞതുപോലെ വൽ ഖുലൂബു ദഈഫ വശുബഹു ഖത്താഫ, നമ്മുടെ ഹൃദയങ്ങൾ ബലഹീനമാണ്. നമ്മൾ ഒരു പക്ഷേ കരുതും ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ഒരു പക്ഷേ നേരത്തെ നമ്മൾ ഹദീസിൽ പറഞ്ഞതുപോലെ യുസ്ബിഹു റജുലു മുഅ്മിന വയുംസി കാഫിറ, രാവിലെ നമ്മൾ മുസ്ലിം ആയിരിക്കും, വൈകുന്നേരത്തേക്ക് നമ്മൾ കാഫിറായിട്ടുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദീനിനെ പണയം വെക്കുന്ന ഒരു ഏർപ്പാടിന് നമ്മൾ പോകരുത്. യൂട്യൂബിൽ കയറി ആരുടെയെങ്കിലും ക്ലാസ്സുകൾ കേൾക്കുക, നിരീശ്വരവാദികളുടെ ഡിബേറ്റുകൾ ഇന്ന് പല ചാനലുകളും പ്രസിദ്ധീകരിക്കുന്നു. ഇത് എന്താണ് അവർ പറയുന്നത് എന്ന് അറിയാനൊന്നും നോക്കാം ഇതിന്റെ ആവശ്യമില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഇങ്ങനെ തർക്കിക്കുന്നവരുടെ സംസാരങ്ങൾ കേട്ടാൽ നിങ്ങൾ ദീൻ മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ദീനിനെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യം വേണം. അല്ലാഹുവും റസൂലും സലഫുസ് സാലിഹീങ്ങളും പറഞ്ഞു തന്നതനുസരിച്ച് ഞാൻ ജീവിക്കും. അതിനെതിരായി പറയുന്ന ബിദ്അത്തിന്റെ ആളുകൾ അവരുടെ സംസാരം കേൾക്കുകയില്ല എന്ന തീരുമാനം നാം സ്വീകരിക്കുക. ഈ വിഷയങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മനസ്സിലാക്കിയ വിഷയങ്ങളിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുക, അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് പറയാണ്, പ്രവാചകരെ എന്തെങ്കിലും ഒരു ഉപദേശം പറഞ്ഞു തരണം, എന്തെങ്കിലും ഒരു ഉപദേശം നൽകണം. ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക്, താങ്കളോട് ഞാൻ ഈ ചോദിക്കുന്ന ഉപദേശം എനിക്ക് മറ്റൊരാളോട് പിന്നെ ഒരു ഉപദേശം ചോദിക്കാൻ ഇടയുണ്ടാകരുത്. അങ്ങനെ ഒരു ഉപദേശം എനിക്ക് ജീവിതത്തിൽ പറഞ്ഞു തരണം. അന്ന് ആ സഹാബി അത് കേട്ടതുപോലെ ഇന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് പറഞ്ഞ എന്താ? ഖുൽ ആമൻതു ബില്ലാഹ്, നീ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുക, നീ വിശ്വസിക്കുക, അല്ലാഹുവിൽ വിശ്വസിക്കുക. വസ്തഖിം, നീ ദീനിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക, നീ നിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. എന്നാൽ നിനക്ക് മറ്റൊരാളോടും ചോദിക്കാതെ, ഇനി ഒരു നസീഹത്തും ചോദിക്കേണ്ട ആവശ്യമില്ലാതെ മരണം വരെ തുടരാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് പറയുന്നു. എന്താണ് പറഞ്ഞത്? വസ്തഖിം, നീ ദീനിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ നീ മുറുകെ പിടിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങളിലേക്ക് വന്നാൽ, ഹിജാബ് വാജിബാണെന്ന് നീ മനസ്സിലാക്കിയാൽ ആളുകൾ എന്തു പറയുന്നു എന്നുള്ളത് നിനക്ക് വിഷയമാകരുത്. മ്യൂസിക് ഹറാമാണെന്ന് നീ മനസ്സിലാക്കിയാൽ നിന്റെ വീട്ടിലെ കല്യാണങ്ങളിൽ അത് വേണ്ട എന്ന തീരുമാനമെടുക്കാൻ ആളുകൾ നിനക്ക് തടസ്സമാകരുത്. താടി വെക്കൽ പ്രവാചകന്റെ സുന്നത്താണ്, അത് വാജിബായ കാര്യമാണ്, പ്രവാചകന്റെ ചര്യയാണ്, വാജിബായ കാര്യമാണ് എന്ന് നീ മനസ്സിലാക്കിയാൽ ആളുകളുടെ പരിഹാസം നിനക്കതിന് തടസ്സമാകാൻ പാടില്ല. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് ഹറാമാണെന്ന് മനസ്സിലാക്കിയാൽ ആളുകൾ നിന്നെ കാണുമ്പോൾ ഇവിടെ എന്താ വെള്ളപ്പൊക്കമുണ്ടോ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന പരിഹാസം നിനക്ക് തടസ്സമാകാൻ പാടില്ല. നീ ദീനിന്റെ സദസ്സുകളിലേക്ക് വരുമ്പോൾ ഇത്ര പ്രായമായിട്ടും എന്തിനാ സദസ്സുകളിൽ പോയിരിക്കുന്നു എന്ന് ആളുകൾ നിന്നെ പരിഹസിക്കുമ്പോൾ ആ പരിഹാസം നിനക്ക് തടസ്സമാകാൻ പാടില്ല. വസ്തഖിം, നിന്റെ ദീനിൽ നീ ഉറച്ചു നിൽക്കുക. ചിന്തിക്കേണ്ട വാക്കാണത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഷയ്യബത്നി ഹൂദുൻ വഅഖവാതുഹാ, ഹൂദ് സൂറത്തും അതുപോലെയുള്ള ചില ആയത്തുകളുമാണ് എനിക്ക് നരബാധിപ്പിച്ചത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ അവസാന ദിനങ്ങളിൽ അവിടുത്തെ താടി രോമങ്ങളിൽ ഏതാനും ചില താടികൾ മാത്രമാണ് നരബാധിച്ചിരുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രവാചകന്റെ താടിക്ക് നരബാധിപ്പിച്ചിരുന്നത് ഫസ്തഖിം കമാ ഉമിർത്, കൽപ്പിക്കപ്പെട്ടതുപോലെ ജീവിക്കുക എന്ന ആ ആയത്തായിരുന്നു എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ദീനിൽ നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരാളുടെ മുമ്പിലും നാം പണയം വെക്കാൻ പാടില്ല. അത് ഉറച്ചു വിശ്വസിക്കാൻ, അതെവിടെയും ചെന്ന് പറയാൻ, അത് ഏത് സാഹചര്യത്തിലും പ്രാവർത്തികമാക്കാൻ ഒരാളെയും ഭയപ്പെടാതെ, അള്ളാഹു പറഞ്ഞതുപോലെ ലാ യഖാഫൂന ഫില്ലാഹി ലൗമത ലായിം, ഒരു ആക്ഷേപകന്റെയും ആക്ഷേപത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഭയക്കാതെ അള്ളാഹുവിന്റെ ദീൻ,
അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് നാളെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടവരാണെന്ന ബോധ്യത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദീനിനെ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ അതിനുശേഷം ഇസ്തിഖാമത്ത് നാം മനസ്സിലാക്കിയാൽ, അള്ളാഹുവിന്റെ ദീൻ ഉറച്ച് അതനുസരിച്ച് ജീവിക്കുമെന്ന തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നാം എടുക്കേണ്ട മറ്റൊരു തീരുമാനം എന്താ? ബിഇദ്നില്ലാഹ്, ഇന്ന് മുതൽ ഞാൻ സമയം അനാവശ്യമായിട്ട് പാഴാക്കില്ല. ഇന്ന് യുവാക്കൾക്കിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം വന്നിരിക്കുന്ന വലിയൊരു ഫിത്നയാണ് റീൽസ് കണ്ട് സമയം കളയുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്. പല ആളുകളും അകപ്പെട്ടിരിക്കുന്ന വലിയ ഒരു നിഅമതാണ്, ഫിത്നയായിക്കൊണ്ടിരിക്കുന്ന നിഅമതാണ് അസ്സിഹ്ഹതു വൽ ഫറാഗ്. അസ്സിഹ്ഹതു വൽ ഫറാഗ്, ഒഴിവ് സമയവും ആരോഗ്യവും. നമുക്കിന്ന് ഒഴിവ് സമയം ലഭിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ബെഡിലൊക്കെ ഇരുന്ന് യൂട്യൂബിൽ കയറും, റീൽസ് കാണും, ഫേസ്ബുക്കിൽ കയറും, റീൽസ് കാണും. അതിന് പ്രത്യേകത അല്ലാഹുൽ മുസ്തആൻ. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കിയാൽ, പണ്ടൊക്കെ കുട്ടികൾക്ക് ഏതെങ്കിലും ഫോൺ കൊടുത്താൽ അത് അവർക്ക് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ, എന്ത് പ്രസ് ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ അവർക്കത് ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മളൊന്ന് സ്വൈപ്പ് ചെയ്താൽ അടുത്ത റീൽസിലേക്ക് എത്തി, വീണ്ടും സ്വൈപ്പ് ചെയ്താൽ അടുത്ത റീലിലേക്ക് എത്തി. ഇങ്ങനെ തീരാത്ത രൂപത്തിൽ റീൽസ് സോഷ്യൽ മീഡിയകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് യുവാക്കളും യുവതികളും ഇരുന്ന് കണ്ട് ചിരിക്കുന്നു. ഇങ്ങനെ അനാവശ്യമായി ധാരാളം സമയങ്ങൾ അതിന്റെ പിന്നിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ കാണാം, ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഅ. 4 കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ ഒരാളുടെയും കാല് അള്ളാഹുവിന്റെ മുന്നിൽ ഒരടി പോലും മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല. നമ്മളൊക്കെ മരിക്കില്ലേ? ആർക്കെങ്കിലും സംശയമുണ്ടോ? നമ്മളെല്ലാവരും മരിക്കും. മരണശേഷം റബ്ബിന്റെ മുന്നിൽ എത്തിയാൽ നമ്മെ വിചാരണക്കെടുക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ പറഞ്ഞതുപോലെ, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തുർജുമാൻ. യാതൊരു മറയുമില്ലാതെ അള്ളാഹു നമ്മോട് നേരിട്ട് വിചാരണ നടത്തുന്ന ഒരു ദിവസം വരാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ രംഗം നിങ്ങളൊന്ന് ഓർക്കൂ, ആ രംഗം നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. അള്ളാഹുവിന്റെ മുന്നിൽ നീ വിചാരണക്ക് നിൽക്കുന്ന രംഗം, അള്ളാഹു നിന്നോട് നേരിട്ട് സംസാരിക്കുന്ന രംഗം. ഹദീസിൽ വന്നതുപോലെ, ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഅ. 4 കാര്യങ്ങളെ കുറിച്ച് നിന്നോട് അവിടുന്ന് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു അടി പോലും നിന്റെ കാൽ അനങ്ങുകയില്ല. അതിലൊരു ചോദ്യം എന്താ? നിന്റെ സമയം, നിന്റെ ആയുസ് നീ എങ്ങനെ ചെലവഴിച്ചു? നിന്റെ സമയം നീ എങ്ങനെ ചെലവഴിച്ചു? നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നിസാരമായ ഒരു കാര്യമല്ല, നിസാരമായ ഒരു കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ അനാവശ്യ കാര്യങ്ങൾ, സാധാരണ എന്തെങ്കിലും വിനോദത്തിന് ഒരാൾ 1-2 റീൽസ് കാണുന്നത്, അതുപോലെയല്ല ഇന്ന് പല ആളുകളും ഹറാമുകൾ, അന്യ സ്ത്രീകളുടെ രൂപങ്ങൾ, അന്യ സ്ത്രീകളുടെ സംസാരങ്ങളും അതുപോലെ തന്നെ അവർ അഭിനയിക്കുന്ന റീൽസുകളും അത് കണ്ട് അതിലുള്ള വിഷയങ്ങൾ കണ്ട് ആസ്വദിക്കുകയും അതിൽ സമയം ചെലവഴിക്കുകയും ചെയ്യുന്നവർ, സമയം പാഴാക്കുന്നതിനപ്പുറം ഈ ഹറാമുകൾ കണ്ടുകൊണ്ട് ദർശിക്കുന്നവർ, ഈ ഹറാമുകൾ നോക്കിക്കാണുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുബഅസുൽ അബ്ദു അലാ മാ മാത അലൈഹി. ഒരു അടിമ എങ്ങനെയാണോ മരിച്ചത് അങ്ങനെയാണ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരിക. നീ ഈ ഒരു അവസ്ഥയിലാണ് മരണപ്പെടുന്നതെങ്കിൽ, നീ ഒരു അവസ്ഥയിലാണ് മരിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര, അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നിന്റെ അവസ്ഥ എന്തായിരിക്കും? നീ നിന്റെ റബ്ബിനോട് എന്ത് സമാധാനം പറയും? നിന്റെ റബ്ബ് നിന്നെ വിചാരണക്കെടുക്കുമ്പോൾ നിനക്ക് എന്ത് പറയാൻ സാധിക്കും? പരലോകത്തെ ഭയാനകമായ അവസ്ഥ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാകണം. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, വായകൾക്ക് അല്ലാഹു സീൽ വെക്കും. വതുകല്ലിമുനാ ഐദീഹിം, നമ്മുടെ കൈകൾ സംസാരിക്കും. വതഷ്ഹദു അർജുലഹും, നമ്മുടെ കാലുകൾ സാക്ഷ്യം പറയും. അല്ലാഹു അവനങ്ങനെ ചെയ്തിട്ടുണ്ട്. അവന്റെ വിരൽ ഉപയോഗിച്ചുകൊണ്ട് ഇതാ ഫേസ്ബുക്കിൽ ഹറാമായ റീല് കാണാൻ അവൻ ഉപയോഗിച്ചിട്ടുണ്ട്, യൂട്യൂബിൽ ഹറാമായ റീല് കാണാൻ അവൻ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ കൈകൾ റബ്ബിന്റെ മുമ്പിൽ സാക്ഷ്യം പറയും. പ്രിയപ്പെട്ടവരെ, എത്ര ഭയാനകമായ അവസ്ഥയായിരിക്കും. ഒരാൾക്കും രക്ഷപ്പെടുത്താൻ സാധിക്കാത്ത ദിനം. നമുക്കിന്ന് എന്തെങ്കിലും പ്രയാസം വന്നാൽ നമ്മുടെ കുടുംബം, നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കൂടെയുണ്ട്. പരലോകത്തെത്തിയാൽ യൗമ യഫിറുൽ മർഉ മിൻ അബീ വ ഉമ്മിഹി വ അഖീ, യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ. കുടുംബക്കാരെ വിട്ടോടുന്ന ദിവസം, ഉമ്മയും ഉപ്പയും വിട്ടോടുന്ന ദിവസം, ഒരാളും സഹായിക്കാനില്ലാത്ത ദിവസം. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമ്മെ വിചാരണക്കെടുത്ത് ഈ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മെ വിചാരണ നടത്താൻ അല്ലാഹു എടുത്താൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ പറഞ്ഞതായി കാണാം, ഫഇന്നഹു മൻ നൂഖിഷൽ ഹിസാബ ഉദ്ദിബ്. ആയിഷ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുവന്റെ വിചാരണ കഠിനമായി എടുക്കാൻ തീരുമാനിച്ചാൽ അവൻ ശിക്ഷിക്കപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമുക്ക് ആകെയുള്ള പ്രതീക്ഷ എന്താണ്? അല്ലാഹുവിന്റെ റഹ്മത്തിലാണ്, അവന്റെ കാരുണ്യത്തിലാണ്. അവന്റെ കാരുണ്യത്തിലല്ലാതെ നമുക്കൊരു പ്രതീക്ഷയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലു അഹദും മിൻകുമുൽ ജന്നത ബിഅമലിഹി. നിങ്ങളിൽ ഒരാളും
അവന്റെ അമലുകൾ കൊണ്ട് സ്വർഗത്തിൽ പോവുകയില്ല. മറിച്ച് അള്ളാഹുവിന്റെ കാരുണ്യം വേണം. സഹാബികൾ ചോദിച്ചു, പ്രവാചകരെ വല അൻത യാ റസൂലല്ലാഹ്, താങ്കളോ? പ്രവാചകൻ പറഞ്ഞു, വല അന, ഞാനും സ്വർഗത്തിൽ പോവില്ല ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളൽ, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു എന്നെ അതിൽ പ്രവേശിപ്പിച്ചാലല്ലാതെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ റബ്ബിന്റെ കാരുണ്യത്തിലേക്ക് ആവശ്യക്കാരാണ്. അത് നമുക്ക് ലഭിക്കണമെങ്കിൽ റബ്ബ് പറഞ്ഞതുപോലെ ജീവിക്കാൻ പരിശ്രമിക്കുകയെങ്കിലും വേണം. അതിനുവേണ്ടി നാം പരിശ്രമിക്കുകയെങ്കിലും വേണം. അതുകൊണ്ട് ദീനായിരിക്കണം നമ്മുടെ വഴികാട്ടി, ദീനായിരിക്കണം നമ്മുടെ വഴികാട്ടി. അനാവശ്യ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാതിരിക്കുക, ഇബാദത്തുകളിൽ മുന്നേറാൻ നമ്മൾ ശ്രമിക്കുക. നല്ല നല്ല കൂട്ടുകെട്ട് നാം ജീവിതത്തിൽ തെരഞ്ഞെടുക്കാൻ വേണ്ടി തയ്യാറാവുക. അനാവശ്യ കാര്യങ്ങളിൽ സംസാരിച്ച് സമയം കളയാതിരിക്കുക. ഇന്ന് മുസ്ലിം യുവാക്കൾക്കിടയിൽ ബാധിച്ചിരിക്കുന്ന വലിയ ഫിത്നയാണത്. അനാവശ്യ കാര്യങ്ങളിൽ സംസാരിച്ച് സമയം കളയുക. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേവലം ഒരു സംസാരമാണെങ്കിൽ അതിന്റെ ഗൗരവം ചെറുതായിരുന്നു. എന്നാൽ ഇന്ന് വലിയ മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ രണ്ടാളുകൾ ഇരുന്ന് വെറുതെ സംസാരിച്ച് ഒരു ഉപകാരവുമില്ലാത്ത സംസാരം സംസാരിച്ച് സമയം കളയും. രണ്ടാളുകൾ ഇരുന്ന് വലിയ വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞു, ഇനി വരാനിരിക്കുന്ന ചില വർഷങ്ങളുണ്ട്. എന്താണ് ആ വർഷത്തിന്റെ പ്രത്യേകത? സത്യം പറയുന്നവൻ അന്ന് കളവാക്കപ്പെടും. കള്ളം പറയുന്നവനെ വലിയ സത്യം പറയുന്നവനായി ആളുകൾ സ്വീകരിക്കും. ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വയൻതിഖു ഫീഹ റുവൈബിള, റുവൈബിളയാക്കൾ അന്ന് സംസാരിക്കും. സഹാബികൾ ചോദിച്ചു, ആരാണ് പ്രവാചകരെ റുവൈബിള? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലിയ വലിയ വിഷയങ്ങളിൽ, പൊതുവായ വിഷയങ്ങളിൽ സംസാരിക്കുന്ന ആളുകൾ. നമുക്ക് ബന്ധമില്ലാത്ത വിഷയങ്ങളിൽ സംസാരിച്ച് സമയം ചെലവഴിക്കുക എന്നുള്ളത് എന്ത് ബുദ്ധിയാണതിൽ? പിന്നെ നോക്കൂ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്കറിയാത്ത നമ്മുടെ പരിധിക്കപ്പുറമുള്ള വിഷയങ്ങളിൽ ആളുകൾ സംസാരിക്കുന്നത് കൊണ്ട് എന്ത് വലിയ അബദ്ധമാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ മാത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ പ്രശ്നം നടന്നു. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു. പല ആളുകളുടെയും സ്റ്റാറ്റസിൽ ഇറാനിനെ പുകഴ്ത്തിക്കൊണ്ട് പോസ്റ്ററുകൾ, അലി അൽ ഖാമിനെ പുകഴ്ത്തിക്കൊണ്ട് പോസ്റ്ററുകൾ. ഇന്ന് മുസ്ലിമീങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ അവരെ സഹായിക്കാൻ ഇറാനിലെ ഷിയാക്കൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പലതരത്തിലുള്ള എഴുത്തുകുത്തുകൾ. ഒരു വ്യക്തി, ആ വ്യക്തിയെ ദീനല്ല മുന്നോട്ട് നയിക്കുന്നത് എങ്കിൽ എത്രമാത്രം അപകടം അവന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്നതിന്റെ നേർചിത്രങ്ങളാണ് പല സഹോദരങ്ങളുടെയും സ്റ്റാറ്റസുകളിലും പോസ്റ്ററുകളിലും കാണുന്നത്. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിയെ ദീന നയിക്കുന്നുവെങ്കിൽ അവന്റെ ഷിയാക്കളെ പുകഴ്ത്താൻ സാധിക്കുക? അവരെന്തെങ്കിലും ഒരു നന്മ ചെയ്തു എന്ന് സങ്കല്പിച്ചാൽ തന്നെ, അവരൊന്നും ചെയ്തു എന്ന് സങ്കല്പിച്ചാൽ തന്നെ എങ്ങനെയാണ് ഒരു ഷിയഈ നേതാവിനെ ഒരു മുസ്ലിമിന് പുകഴ്ത്താൻ സാധിക്കുക? നമ്മൾ വിശ്വസിക്കുന്നത് ഈ പരിശുദ്ധ ഖുർആൻ പൂർണ്ണമാണെന്നാണ്. അവർ വിശ്വസിക്കുന്നത് ഈ ഖുർആനിൽ കുറവുകളുണ്ട് എന്നാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നത് സ്വഹാബികൾ നമ്മുടെ പ്രമാണമാണെന്നാണ്, അവർ നമ്മുടെ മാർഗനിർദ്ദേശികളാണ്. അവർ വിശ്വസിക്കുന്നത് 4-5 സഹാബികൾ ഒഴികെ സകല സഹാബികളും കാഫിറുകളാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ ഞങ്ങളുടെ ഉമ്മയാണ്. ഷിയാക്കൾ പറയുന്നു ആയിഷ റളിയല്ലാഹു അൻഹ വ്യഭിചാരിണിയാണ്. അവരുടെ നേതാക്കന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഹഫ്സ റളിയല്ലാഹു അൻഹയെ ചീത്ത പറയുമ്പോൾ നാം വിശ്വസിക്കുന്നത് ഹഫ്സ റളിയല്ലാഹു അൻ ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ പെട്ടവരാണ്. മുആവിയ ഇബ്നു അബി സുഫിയാൻ അവർ ചീത്ത പറയുമ്പോൾ നമ്മുടെ വിശ്വാസം മുആവിയ ഖാലുൽ മുഅ്മിനീനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഖൈസർ ഖുസ്തിൻതീനിയ അവിടെ യുദ്ധം നടത്തുന്ന, അവിടെ ആദ്യമായി കടലിൽ യുദ്ധം ചെയ്യുന്ന വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകുമെന്ന് പറഞ്ഞ ആ വ്യക്തി മുആവിയാണെന്ന് അഹ്ലുസുന്ന വിശ്വസിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഷിയാക്കളെ പുകഴ്ത്താൻ ഒരു വിശ്വാസിക്ക് സാധിക്കുക? നമ്മളെ ദീന് മുന്നോട്ട് നയിക്കുന്നില്ല എങ്കിൽ എത്രമാത്രം അപകടത്തിൽ നാം ചെന്ന് ചാടും എന്നതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസത്തിൽ നാം കണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിനെ എപ്പോഴും നാം നിയന്ത്രിക്കുക. എന്ത് സംസാരിക്കുമ്പോഴും വലിയ വലിയ വിഷയങ്ങളിൽ ഇടപെടുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം, ഈ വിഷയത്തെക്കുറിച്ച് നാളെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടും. എന്റെ റബ്ബിനോട് ചോദിക്കും. ആവശ്യമുള്ള കാര്യങ്ങളാണോ നാം സംസാരിക്കുന്നത്? നമുക്ക് സംസാരിക്കാം. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞതായി ഹാഫിദ് അൻ-നവവി അദ്ദേഹത്തിന്റെ അൽ അദ്കാറിൽ പറയുന്നതായി കാണാം, ഒരു വ്യക്തി സംസാരിക്കുന്നതിന് മുമ്പ് അവൻ ചിന്തിക്കുക, അവൻ പറയുന്നതിൽ എന്തെങ്കിലും ഖൈറുണ്ടോ? ഖൈറുണ്ടെങ്കിൽ അവൻ സംസാരിക്കുക, ഖൈറില്ല എന്ന് തോന്നിയാൽ മിണ്ടാതിരിക്കുക. ഖൈറാണോ ഷർറാണോ എന്ന് സംശയം വന്നാൽ മിണ്ടാതിരിക്കുക. കാരണം നമ്മൾ ഈ പറയുന്ന ഓരോരോ വാക്കുകളും മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം അഹ്മദ് പറഞ്ഞതുപോലെ രോഗിയുടെ കരച്ചിൽ പോലും മലക്കുകൾ രേഖപ്പെടുത്തി വെക്കും. ഇതൊക്കെ റബ്ബിന്റെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടും. വലിയ വലിയ വിഷയങ്ങളിൽ വലിയ ആളുകളായി നമ്മൾ സംസാരിക്കുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഈ വിഷയങ്ങളിൽ വിചാരണക്ക് വന്നാൽ എത്രമാത്രം ഗൗരവമുള്ളതായിരിക്കുമെന്ന ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടാവുക.
അബൂബക്കറിനെ കാഫിറാക്കുന്ന ഒരു ഷിയയെ നമുക്ക് എങ്ങനെ പുകഴ്ത്താൻ സാധിക്കും എന്നൊരു ചിന്ത നമുക്ക് വേണം. ഇന്ന് പലരും സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾക്കെതിരെ സംസാരിക്കും. ഇവിടെ ഇത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച സംസാരമാണോ? അല്ല. നമ്മളിത് സംസാരിച്ചാൽ നാളെ റബ്ബിന്റെ മുമ്പിൽ എന്ത് മറുപടിയാണ് നമ്മൾ പറയുക? ചില ആളുകൾ സൗദിക്ക് അങ്ങനെ ചെയ്തൂടെ, സൗദിക്ക് ഇങ്ങനെ ചെയ്തൂടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉത്തരവാദിത്വമല്ല. അതുപോലെ സൗദിയെ കുറ്റം പറയുന്നവർ, അവിടുത്തെ ഭരണാധികാരികളെ കുറ്റം പറയുന്നവർ, ഇസ്ലാം അനുവദിക്കാത്ത കാര്യമാണ്. ഭരണാധികാരി എന്ന് പോട്ടെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇവിടെയുള്ള ഒരു സാധാരണ സഹോദരനെ കുറിച്ച് മറ്റൊരാളുടെ അരികിൽ ഞാൻ പോയി കുറ്റം പറയുന്നതിന്റെ വിധി എന്താണ്? ഗീബത്താണ്. അത് ഭരണാധികാരിയാണെങ്കിൽ ശക്തമായതാണ്. എന്തുകൊണ്ട്? ഭരണാധികാരിയോട് വെറുപ്പുണ്ടാക്കുമ്പോൾ ആ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, ആ നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാകും. ഇതിനൊക്കെ പുറമെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിത് സംസാരിച്ചാൽ കിട്ടുന്ന നേട്ടം എന്താണ്? നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ അവിടെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമോ? നമ്മൾ ഇവിടെ ഉണ്ട് എന്ന് സംസാരിച്ചാൽ അവിടെ അതിന്റെ ഒരു സ്വാധീനം, എന്തെങ്കിലും പ്രതിഫലനം നമുക്ക് കാണാൻ സാധിക്കുമോ? ഒന്നുമില്ല. നമ്മൾ എന്തിനു സംസാരിക്കുന്നു? വെറുതെ സമയം പാഴാക്കൽ. ഇതൊക്കെ പിശാച് നമ്മെ സമയം പാഴാക്കാൻ കൊണ്ടുവരുന്ന മാർഗങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പിശാചിന്റെ ഹദായിലുകളെ, അടിമകളെ പിശാച് കെണിയിൽ വീഴ്ത്താൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളെ പറ്റി പറയുമ്പോൾ ഇതിന് സമാനമായ പല വിഷയങ്ങളും പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നാം സൂക്ഷിക്കുക. ഫിത്നകളിൽ നിന്ന് കഴിവിന്റെ പരമാവധി നാം മാറി നിൽക്കുക. എന്നും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്, എന്റെ റബ്ബ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്, അത് ഭംഗിയായി എനിക്ക് നിർവഹിക്കണം. അതെന്താണ്? എന്റെ നിസ്കാരം, എന്റെ നോമ്പ്. കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ ഹലാലായ രീതിയിലുള്ള കച്ചവടം. എന്റെ ഉമ്മ, എന്റെ ഉപ്പ, എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ സഹോദരിമാർ, ഞാനുമായി ബന്ധപ്പെട്ട എന്റെ റബ്ബ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉബൂദിയ്യത്തിന്റെ ഭാഗം അതെനിക്ക് ഭംഗിയായി നിർവഹിക്കണം. അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അതിനാണ് നാം സമയം ചെലവഴിക്കേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ബാധ്യതയായി വരുന്നതിൽ മാത്രം പ്രിയപ്പെട്ടവരെ തലയിടുക, അതിൽ മാത്രം സംസാരിക്കുക. അനാവശ്യമായി എല്ലാത്തിലും കയറി സംസാരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ദീനിനെ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ സംരക്ഷിക്കാൻ, ദീനിന് മുൻഗണന നൽകാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫിത്നകളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ മജ്ലിസിനെ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിനത്തിൽ നമുക്ക് സന്തോഷം നൽകുന്ന മജ്ലിസായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.